ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഞങ്ങൾ ഇത്രയും ആക്ഷൻ കട്ടൊന്നുമില്ലേ, ഒന്ന് പറയോ? ഒട്ടകങ്ങൾ വിറ്റ് ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മളെ കൂടെ ഉള്ളത്, ആഫിയ. ആർട്ട് ഈ ബോട്ടിലും ക്യാൻവാസും എന്നുള്ളത് കാരണം അത് കോമൺ ആണ്. എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ചെയ്താലാണ് ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഇംപ്രഷൻ നമ്മൾക്ക് ഈ അറബ് എന്ന് പറയുന്നത് ഈ ക്യാമൽ, ഡെസേർട്ട്, അപ്പം അത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ക്യാമൽ ചൂസ് ചെയ്യുന്നത്. ക്രിസ്മസ് ക്യാമൽസ് സെയിൽ ചെയ്തപ്പോൾ തിരിച്ച് ഈവൻ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചു തുടങ്ങി, നമ്മൾക്കിതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഗിഫ്റ്റ് ചെയ്യുന്ന ആളുടെ പേര് വെക്കാൻ പറ്റും, പിന്നെ അവരുടെ മെമ്മറീസ്. ഇതിൻ്റെ അകത്ത് ഒരു വലിയ റോള് കളിച്ചത് ഒരു ഹസ്ബൻഡാ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആളെങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു, ആളെ കാണണ്ടേ? വസീമേ, വെൽക്കം ബാക്ക്. താങ്ക് യു. സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇ കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ്റെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ഗൈഡ് ചെയ്ത് കൊടുത്തു. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത ആളാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമീദ് ഖാനാണ്. അമീദ് ഖാനെ കൂട്ടിയാണ് ഞാൻ ഈ ഡെലിവറിക്കൊക്കെ പോണത്. നമ്മുടെ കയ്യിൽ വണ്ടിയില്ലാത്ത, സ്വന്തം വണ്ടിയിലല്ല പോണത്. അപ്പൊ അമീദ് ഖാൻ എന്നെ ബുർജ് ഖലീഫയിലെ മീറ്റിങ്ങിന് കൊണ്ടുപോയി വിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇവിടെ ഡെലിവറിക്കും പോകും. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഹോട്ട് പാക്ക് റെസ്റ്റോറൻറ്റ് ഡെലിവറിക്കും പോകും. ഈ അമീദ് സത്യത്തിൽ നിങ്ങൾ ആരാ? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇ കോം ഷോ. സെറ്റപ്പ് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ വേറെ എവിടെയോ ആണെന്നുള്ളത്. നമ്മൾ കോഴിക്കോട് വെച്ച് ഷൂട്ട് ചെയ്യുന്നു, കൊച്ചിയിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, 2-3 ക്യാമറ, ഒരു ലൈറ്റ്, അതായിരുന്നു ഇത്രയും കാലം സെറ്റപ്പ്. പക്ഷേ എനിക്ക് ഒമാനിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ദുബായിലൊന്ന് പോവാം, ഒരു മീറ്റപ്പൊക്കെ നടത്താം, ഇ കോം ഷോൻ്റെ ഗ്രൂപ്പിൻ്റെ എന്ന് വിചാരിച്ചൊരു മീറ്റപ്പൊക്കെ നടത്തി. 60ഓളം ആൾക്കാർ പെയ്ഡ് ഇവൻ്റ് വന്ന് ഹൗസ്ഫുള്ളായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ഓക്കെ നമുക്ക് ഇവിടുന്ന് 2-3 ഷൂട്ട് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പോ കാര്യങ്ങളൊന്നും കിട്ടുമോ നമ്മൾ വിചാരിച്ചല്ല. ബട്ട് ഹിയർ വി ആർ. അപ്പോൾ പിന്നെ അത് സ്പെഷ്യൽ ആവണ്ടേ. ദുബായിലാണ്, അടിപൊളി. ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഒരു ക്യാമറ വെച്ച് തുടങ്ങിയ ഒരു മീറ്റിംഗ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയ ഇ കോം ഷോ ഇപ്പോൾ എനിക്കൊന്ന് 50ൻ്റെ മുകളിൽ എപ്പിസോഡ് ചെയ്തു. മാസീവ് ഇമ്പാക്റ്റ്, കോടികൾ റവന്യൂ ഉണ്ടാക്കി നമ്മളെ മെമ്പേഴ്സ്. നമ്മൾ ദുബായിലെത്തി. ഇപ്പോൾ ദുബായിലെ ഇ കൊമേഴ്സ് എക്സ്പേർട്സിനോട് സംസാരിക്കുന്നു. ഹ്യൂജ് ഇമ്പാക്റ്റ്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഫുള്ളിരുന്ന് കണ്ടോ. ആദ്യത്തെ ഹാഫ് പോലെ ആയിരിക്കില്ല സെക്കൻഡ് ഹാഫ്. എൻറ്റയർലി ഡിഫറെൻറ്റ് മൂഡായിരിക്കും. കണ്ടു നോക്കി പറയും, ഫുള്ള് കണ്ടോ. ദിസ് വിൽ ബി ദ വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ്സ് ദാറ്റ് യു ഹാവ് സീൻ ടിൽ ഡേറ്റ്. ഈ ഒരു എപ്പിസോഡിൽ ദുബായിൽ കപ്പിൾസായിട്ട് നിൽക്കുകയാണോ, അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോണത്. ആദ്യത്തെ ഹാഫ് പോലെയല്ല സെക്കൻഡ് ഹാഫ്. രണ്ട് മൂഡായിരിക്കും. നൗ ഓവർ ടു ദ എപ്പിസോഡ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു ഹോം മേക്കറാണ്, ദുബായിലാണ്, ആർട്ടിസ്റ്റാണ്. ഒട്ടകങ്ങൾ വിറ്റ് ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മളെ കൂടെ ഉള്ളത്, ആഫിയ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതെ. എവിടെ നിന്നാണ് ഈ ആർട്ട് വരുന്നത്? വേർ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രോം? ആക്ച്വലി ഞാൻ പ്രൊഫഷണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. എംടെക് എടുത്ത ആളാണ്. അതെ, ഞാനൊരു ബിടെക് ആണ്. അതെ, ഇപ്പൊ ഇത് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ സ്കൂളിലെ മുതലേ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഒരു സ്കൂൾ ലെവലിലുള്ള കോമ്പറ്റീഷൻസ്, നമ്മൾ ഹൗസ് വൈസ് ഉള്ള കോമ്പറ്റീഷൻസ്, അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പക്ഷെ അതൊരു പിന്നീട് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത് ഒരു കൊണ്ടുപോകുന്ന രീതിയിലൊന്നും ഞാൻ അന്ന് ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഫാദറാണെങ്കിലും പത്രത്തിൽ കാണുന്ന പെയിൻറ്റിങ് കോമ്പറ്റീഷൻസ്, അല്ലെങ്കിൽ ലൊക്കാലിറ്റിയിലുള്ള ചെറിയ ചെറിയ കോമ്പറ്റീഷൻ, അങ്ങനെയാണ് ഞാൻ ആർട്ടിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ കോളേജ് ലെവൽ കഴിഞ്ഞു. പിന്നെ കോളേജിലൊന്നും ഇതിനെ പറ്റിയ ഒരു ടൈമും ഉണ്ടായില്ല, ആ ഒരു മൈൻഡ് സെറ്റേ മാറിയായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞു PG എംടെക്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ മാരേജ് കഴിഞ്ഞു, കുട്ടിയായി. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം സൗദിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം പഠിച്ച ജോബ് തന്നെ നോക്കാന്നുള്ള രീതിയിൽ ഒരുപാട് ഇൻ്റർവ്യൂസിനും ഇതിനൊക്കെ പോയി. പക്ഷേ എല്ലാത്തിലും എനിക്ക്
ഞാനൊരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കുറച്ച് നാൾ വർക്ക് ചെയ്തു, പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസ് വന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു ജോബ്. എങ്ങനെ നോക്കിയാലും എനിക്കത് സക്സീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം വരും, അത് സ്റ്റോപ്പ് ആവുന്ന Break ആവും. രീതിയിൽ. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50 പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. സോ നൗ ബാക്ക് ടു ദ ഷോ. അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ വീട്ടിൽ എല്ലാവരും പെട്ടു. അപ്പോൾ ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് അതിൽ ചെയ്ത ഒരു ക്രാഫ്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. ആ. അത് അതിന് ഭയങ്കര ഒരു ആർട്ടൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയൊരു ഡോൾ ഹൗസ് ഉണ്ടാക്കിയതാണ് കാർഡ് ബോർഡും ഇതെല്ലാം വെച്ചിട്ട്. പക്ഷെ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് എൻക്വയറി വന്നു, ഇത് ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, സെയിലുണ്ടോ എന്നൊക്കെ. ഓ. അതെ, അപ്പോൾ അത് അങ്ങനെ ഒരു സെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊന്നും തുടങ്ങിയതായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ അത് ഓക്കെ, അത് ആരോ ചോദിച്ചു, അത്രയും സീരിയസ് ആയിട്ട് എടുത്തൊന്നുമില്ല. ഹസ്ബൻഡിന്റെ പേഴ്സണൽ പ്രൊഫൈലിലാണോ പോസ്റ്റ് ചെയ്തത്? അല്ലല്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിലാണ് Okay. പോസ്റ്റ് ചെയ്തത്. ആ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ ഓരോ ഈവെൻറ്റുകളും ഇതിനൊക്കെ മോൾസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആർട്ടിനൊരു ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഈവെൻറ്റ് കണ്ടായിരുന്നു. അത് ആക്സിഡൻ്റലി കണ്ടതാണ്. അതിൽ ഒരുപാട് മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. വെസ്റ്റേണേഴ്സ് ഉണ്ട്, ഈസ്റ്റേൺ ഉണ്ട്, എല്ലാവരും കൂടി അവരുടെ വീടുകളിൽ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ അല്ല, അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ, ആർട്ടായിക്കോട്ടെ, പല വർക്കുകളും മിക്സഡ് ആയിട്ടുള്ളത്. ആഫ്രിക്കൻസ് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, പലരും ഒരു കമ്മ്യൂണിറ്റി. അതിൽ അവർ വളരെ എൻജോയ് ചെയ്ത് അവരൊരു എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു ഈവെൻറ്റിൽ ആക്സിഡൻ്റലി ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഴ്സിനെ പോയി മീറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇവിടെ ആർട്ട് അത് നമ്മൾക്ക് മെമ്പർഷിപ്പ് വേണം, അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അവർ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം പറഞ്ഞു. അപ്പോൾ അത് ഉള്ളിലുണ്ട്, പക്ഷേ അത് എനിക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളതൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു. വീണ്ടും ഇത് അതേപോലെ മോൾക്ക് ഓരോ ഗിഫ്റ്റുകൾ ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം പോസ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ എൻക്വയറീസ് ഇങ്ങനെ വന്നു തുടങ്ങി, ചെയ്യുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റയിൽ തന്നെ. അപ്പം ഞാൻ ആദ്യം ഒരു സോഷ്യൽ മീഡിയയിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ നമ്മൾക്ക് എൻക്വയറിയും നമ്മളെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരുപാട് മെസ്സേജൊക്കെ വന്നപ്പോൾ ഞാനും മോട്ടിവേറ്റഡ് ആയി. അത് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷന് ഈ ഈവെൻറ്റിൽ ഒരു പ്രാവശ്യം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ജോബിൻ്റെ സൈഡ് വളരെ വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും അതിലൊരു ഈവെൻറ്റിൽ പേര് കൊടുത്തു. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ബോട്ടിൽ ആർട്ട് പിന്നെ ചെറിയ ക്രാഫ്റ്റുകളാണ് ഞാൻ വെച്ചത്. ഒന്നും സെയിലായില്ല എന്ന് മാത്രമല്ല, ഞാൻ വളരെയധികം ഡിപ്രഷനിലോട്ട് പോയി. കാരണം ജോബും ഒരു നല്ല രീതിയിൽ പോയില്ല. ജോബ് വേണ്ടാന്ന് വെച്ചായിരുന്നു. എനിക്കൊരു ഞാൻ പറയല്ലേ ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. ഇത് ചെയ്യാം, ഇത് ഞാൻ ബിസിനസ് ആക്കാനോ അല്ലെങ്കിൽ അതൊന്നല്ല ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിലൊരു എന്താ പറയുക, അതിലൊരു പാർട്ട് ആവാന്നുള്ളത് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വാവ്, എല്ലാവരും വന്ന് ഭയങ്കര ഭംഗി ഫോട്ടോസ് എടുക്കുന്നു, പോകുന്നു, കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു സെയിലിംഗ് പർപ്പസ് അല്ലെങ്കിൽ സെയിലിനുള്ള ഒരു കണ്ടന്റ് ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും എല്ലാവരും ഇവിടെ നിന്ന് എല്ലാവർക്കും UAE റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവർ കുറച്ചും കൂടിയും അതിന് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് തോന്നി. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു അറബ് കൺട്രി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഡെസേർട്ട്, ഒരു ക്യാമൽ, ഇതാണ്, അല്ലെങ്കിൽ ഒരു കന്തൂറ, അബായ, ഇതാണ് നമ്മളുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പം അതൊരു ആർട്ട് ഫോം ആക്കിയാൽ കൊള്ളായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്യാമൽ എന്നുള്ളത് ചൂസ് ചെയ്തു. പക്ഷേ ആ ഇവന്റിൽ നിങ്ങൾക്ക് ഒന്നും സെല്ലായില്ല. ഒന്നും ആയില്ല എന്ന് മാത്രമല്ല, കരച്ചിലും ബഹളവും പ്രശ്നമായി. ഇൻസ്റ്റാഗ്രാമിൽ സെല്ലായോ? ഇല്ല, അതിലും ഇല്ല. അതില് സെല്ലിങ് ഇതല്ല, മെസ്സേജസ് ലീഡ്സ് വരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. പക്ഷെ അത് സെയിലിന് ഞങ്ങൾ വാങ്ങിച്ചോട്ടെ എന്നുള്ളതല്ല. നല്ലതാണ്, നല്ല വർക്കാണ്, ഇതെങ്ങനെയാ ചെയ്തത്, ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടോ, ആ ഒരു രീതിയിൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ടോ ഇതിന്റെ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല. അപ്പൊ എനിക്ക് അതിന്റെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനെന്നുള്ള ഒരു കോൺഫിഡൻസും അന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ജോബ് തന്നെ നോക്കട്ടെ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കേസല്ല, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡും അല്ല. അപ്പോൾ ഹസ്ബൻഡ് വീണ്ടും പറഞ്ഞു, നീ അടുത്തതിന്
പങ്കെടുക്കുക. അപ്പോൾ ഇതിന് ഉം. ചാർജ് ഉണ്ട് ആ. നമ്മൾ പങ്കെടുക്കുന്നതിന്. ഞാൻ പറഞ്ഞു വെറുതെ നമ്മൾ പൈസ കളയണ്ട. എത്ര ചാർജ് ഉണ്ടായിരുന്നു ആ അതൊരു ടേബിളിന് എനിക്ക് തോന്നുന്നു 350 ദിർഹംസ് 400 ദിർഹംസ്. ആ. നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്ത് അതൊരു ഫെയിലിയർ ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് അത് നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പം നമ്മളത് പിന്നെ വെറുതെ അത്രയും കോസ്റ്റ് എടുക്കണ്ടല്ലോ, ആ. തിരിച്ചു പോകുന്നു. അപ്പോൾ ഹസ്ബൻഡ് വേണ്ട, നമുക്ക് നോക്കാം, ഒരു സ്ഥലത്തല്ലേ നമ്മൾക്ക് അത് ഇതായുള്ളൂ, വേറെ സ്ഥലത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉം. നെക്സ്റ്റ് ഒരു ഈവെന്റിൽ അവരുടെ തന്നെ വേറൊരു ലൊക്കേഷൻ എടുത്തു. ആ. അപ്പോൾ കഴിഞ്ഞതിനേലും സെയിൽ നടന്നില്ല, പക്ഷേ കുറച്ചും കൂടി നല്ല റെസ്പോൺസുകൾ. ഇത് ഏതായിരുന്നു ഫസ്റ്റ് ഇവന്റ് സ്ഥലം എവിടെയായിരുന്നു? അത് ദുബായ് തന്നെയാണ്. ആ. ഒരു മോളിന്റെ ഉള്ളിലായിരുന്നു. മോളുടെ ഉള്ളിലായിരുന്നു. അതെ. സെക്കൻഡ് ഇവന്റ് അതും മോളിൽ തന്നെ, മോളിൽ. പക്ഷെ വേറെ ലൊക്കേഷൻ ആയിരുന്നു. വേറെ ലൊക്കേഷൻ ആയിരുന്നു. ആ. അപ്പോൾ രണ്ടും തമ്മിലുള്ള എന്താ പറയാ ഫീഡ്ബാക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. കുറച്ചും Okay. കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആയിരുന്നു. ആ. അത് കഴിഞ്ഞ് സെയിൽസ് അപ്പോഴും നടന്നില്ല. ഒന്നും നടന്നില്ല. ഓക്കെ. സെയിലിന്റെ ഒരു ഇതേ വരുന്നില്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും ഇല്ല. ആ. അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ ഇതിന്റെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഓക്കെ. ജസ്റ്റ് കാണുന്നു, ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു, ഉം. എന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു, ഇവിടെ എത്ര നാളായി അങ്ങനെ ചോദിക്കുന്നു. കാരണം അവർ കാണാത്ത ഒരു ആർട്ട് ഫോം ആയിരുന്നു, അതുകൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ സെക്കൻഡില് നിങ്ങൾ എന്തായിരുന്നു ഈ ക്യാമൽ സാധനത്തിലേക്ക് വന്നിരുന്നോ? അതെ, അതെന്താ ഞാൻ പറഞ്ഞല്ലോ, ആർട്ട് ഈ ബോട്ടിലും ക്യാൻവാസും എന്നുള്ളത് ആ. കാരണം അത് കോമൺ ആണ്. എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ചെയ്താലാണ് ആളുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ ഇംപ്രഷൻ നമ്മൾക്ക് ഈ അറബ് എന്ന് പറയുന്നത്, ഈ ക്യാമൽ, ഡെസേർട്ട്, അപ്പം അത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ക്യാമൽ ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ക്യാൻവാസ് ക്യാമൽ ആവട്ടെ, ആ ഒരു ഓപ്ഷനിലാണ്. UAE-നായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പം അതിൽ ഞാൻ പെയിൻറ് ചെയ്തു വെച്ചപ്പോൾ കുറച്ചും കൂടി ഇതെവിടെ കിട്ടും എങ്ങനെയാണെന്നൊക്കെ ഉള്ള, അപ്പോൾ എനിക്കും കുറച്ചുകൂടി, പിന്നെ ഒരു പുതിയൊരു ഫോമാണല്ലോ, അപ്പോൾ എനിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. ഞാൻ അതിൽ റിസർച്ചുകൾ നടത്തി, എന്ത് ഡിസൈൻ വേണം. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമുണ്ടായിരുന്നത് ആൻറ്റീക്ക് ഷെയ്ഡ്സിലായിരുന്നു. പക്ഷെ അത് ആളുകൾക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. അത് കാരണം ഒരു ആൻറ്റീക്ക് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതേ ഷെയ്ഡിലുള്ള കിട്ടും, കുറച്ചും കൂടി ബബ്ലി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമൽസിനെ കിട്ടുമെന്ന് വെച്ചു. അപ്പം എനിക്ക് തന്ന ഐഡിയാസ് എല്ലാം ആക്ച്വലി ഞാൻ പോയ ഇവൻറ്റ്സുകളിലോ അല്ലെങ്കിൽ ഞാൻ പോയ എക്സിബിഷനിലുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്നെ മീറ്റ് ചെയ്യുന്ന ആളുകൾ എനിക്ക് ഇങ്ങോട്ട് സജഷൻസ് തരുമായിരുന്നു. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ക്യാൻവാസിൽ പെയിന്റ് ചെയ്യാണ്? അതൊരു ബേസിക് എന്നുള്ള രീതിയിൽ. ഓക്കെ. പക്ഷെ ക്യാമൽസിനെ കിട്ടുമോന്ന് ചോദിച്ചിരുന്നോ? അല്ലല്ല, അത് ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ അതിന്റെ അകത്തിന് അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ഇവന്റിന് പോയിട്ട് ക്യാമൽ പെയിന്റിങ്, ക്യാമലുമേൽ ഡിസൈൻ ചെയ്ത് വെച്ചു. ക്യാമൽ ഇപ്പല്ല ക്യാമൽ, ചെറിയ ക്യാമൽസ്, ചെറിയ ക്യാമൽസ്. ഓക്കെ. അപ്പം അത് സെയിൽസ് നടന്നു. എന്നിട്ട് അതിന് 1-2 പോയി. ഓക്കെ. അപ്പൊ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അതിന് കൊടുത്ത പൈസ കിട്ടി, ആ ടേബിളിന്റെ പൈസ കിട്ടി. ഓക്കെ. അപ്പൊ അത് സന്തോഷമായി. അത് തിരിച്ച് ഹസ്ബൻഡ് റിട്ടേൺ ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ കോൺഫിഡൻസ് ആയി. ഓക്കെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് നെക്സ്റ്റ് ഒരു ഇവന്റ് കൂടി. അപ്പോൾ എന്തായി, കണ്ടിന്യൂസ് എല്ലാ വീക്കെൻഡ്സിലാണ് ഇങ്ങനത്തെ എക്സിബിഷൻസ് വരാറ്. അപ്പോൾ സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിൽ ഓരോ ഇവന്റ്സ് അതും പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഡ്യൂട്ടി ഉണ്ടാവും, കാലത്ത് തന്നെ എല്ലാം പാക്ക് ചെയ്ത് അവിടെ ഡ്രോപ്പ് ചെയ്യും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. തിരിച്ചു വരുന്നത് ചിലപ്പോൾ പോകുന്ന മൂഡായിരിക്കില്ല, വളരെ സങ്കടപ്പെട്ട് കരഞ്ഞ് അവരായിരിക്കും, സെയിൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അതെ, ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് അറിയാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അത് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുത്തു, ബൂസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിമാൻഡ്, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. ചില കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചില റീജിയനിലുള്ള ആളുകൾക്കാണ് കുറച്ചും കൂടി ഈ സോവിനിയർ ഗിഫ്റ്റിംഗ് അല്ലെങ്കിൽ സോവിനിയർ കോൺസെപ്റ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ആ ആളുകൾ ആരാന്നുള്ളത് നമ്മൾ ഓരോ ഇവന്റ്സിന്റെ ലൊക്കേഷൻസും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഹൂ ഈസ് യുവർ കസ്റ്റമർ എന്ന് കണ്ടുപിടിച്ചു. അതെ, ഹൂ ഈസ് മൈ കസ്റ്റമർ എന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തു. അത് ബൂസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത അത്രയും ഒരു മാസീവ് സെയിലാണ് നടന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് എത്ര ഇവന്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? മാക്സിമം ഒരു 10 ഇവന്റ്സ് നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇവന്റ്സിന് പോയിട്ട് നിങ്ങളെ കുറച്ച് ആദ്യത്തിൽ സെയിൽ നടന്നില്ല, പിന്നെ കുറച്ച് സെയിൽ നടന്നു. അപ്പോൾ ആ ഇവന്റ്സിൽ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇതാണ് എൻ്റെ കസ്റ്റമേഴ്സ്, ഇതിലാണ് എൻ്റെ സാധനം വാങ്ങിക്കുന്നത്.
അത് വെച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആ കസ്റ്റമേഴ്സും ആ ലൊക്കേഷൻസും ICP വെച്ച് നിങ്ങൾ ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തു. ഈ ലൊക്കേഷൻസ് ഏതൊക്കെയായിരുന്നു? അത് മെയിൻ ആയിട്ട് ജുമേറ ആ ഒരു സൈഡാണ്. ബേസിക്കലി വെസ്റ്റേണേഴ്സ് ഉള്ള യൂറോപ്യൻസ് ഉള്ള ലൊക്കേഷൻസ് ആണ്. അവർക്കാണ് കുറച്ചും കൂടി ഗിഫ്റ്റിംഗ്, ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത്. അവരാണ് കൂടുതൽ എൻ്റെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തും കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തു. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു, ഒരുപാട് സെയിൽ വന്നു. അപ്പോൾ നമ്മൾക്ക് ഡെലിവറി ഓപ്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇനീഷ്യലി ഞാനും ഹസ്ബൻഡ് തന്നെയാണ് കൊണ്ടുപോയിട്ട് ഡോർ ഡെലിവറി ചെയ്യും. ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയൊക്കെ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്ത് പിന്നൊക്കെ നമുക്ക് ചില സമയത്ത് ചെല്ലുമ്പോൾ ടിപ്പൊക്കെ തരും. കാരണം അവർക്കറിയില്ല ഞാനാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഓക്കെ നമ്മൾ ഡെലിവറി ചെയ്തതാണല്ലോ, ആ രീതിയിൽ ചെറിയ ടിപ്പൊക്കെ തരുമായിരുന്നു. അപ്പം ഇതെല്ലാം നല്ലൊരു മോട്ടിവേഷണൽ ഇതിലാണ് നമ്മൾ കണ്ടത്. അല്ലാതെ അത് നമ്മളെ താഴ്ത്തി കെട്ടിയാലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും, എല്ലാം നമ്മളൊരു പോസിറ്റീവ് സൈഡിൽ തന്നെ നമ്മളത് എടുത്തോളൂ. അപ്പോൾ നെക്സ്റ്റ് അങ്ങനെ ഈവൻറ്റ്സ്, പിന്നെ എനിക്ക് തോന്നി ഈവൻറ്റ്സ് ആയി കഴിയുമ്പോൾ ആ ഒരു ലൊക്കേഷൻ മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമല്ല കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് പോവുക, കാലത്തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുക, തിരിച്ചതെല്ലാം റീപാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം, ഓൺലൈനിൽ സെയിലുണ്ടോ നോക്കാം. പക്ഷേ എനിക്കപ്പോൾ ചെയ്ത് വന്നപ്പോൾ, മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഡയറക്റ്റ് പോകുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ. കാരണം എല്ലാവർക്കും വന്ന് നോക്കി, കാരണം ഞാൻ ഇന്ന സ്ഥലത്ത് ഇവൻറ്റിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ചിലപ്പോൾ ആ ഡേ ഫ്രീ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ടൈമിൽ അവർ ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ എന്താ, ഇതാവുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ടൈമിൽ അവരുടെ വീട്ടിലേക്ക്, ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ഡെലിവറി കൊടുത്തത്. അപ്പോൾ അവർ പറയുന്ന ടൈമിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സിന്, കാരണം അവരുദ്ദേശിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ദിവസം തന്നെ കറക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടിയും എൻ്റെ ഈ ഇതിന് ഹെൽപ്പ് ചെയ്തിരുന്നു, ഇമ്പാക്ട്ഫുൾ ആയിരുന്നു, മോട്ടിവേഷനായി. പിന്നെ ഞാൻ പറയും ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അവർക്കും ഭയങ്കര, അപ്പോൾ ഫൗണ്ടർ തന്നെ കുറച്ച് നമ്മളൊരു കോൺഫിഡൻ്റ് ആയപ്പോൾ അത് പറഞ്ഞു തുടങ്ങി. ആദ്യം നമുക്കറിയില്ല, ഇത് കിട്ടുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആളുകളുടെ ഫേസ് എന്താണെന്ന് അറിയില്ല. പക്ഷേ കസ്റ്റമർ ആ ഫീൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റി. കാരണം ചിലർ ഭയങ്കര കണ്ണ് നിറയുന്നവരുണ്ട്. കാരണം ചിലവർക്കത് ഇമോഷണലി ഗിഫ്റ്റ് ചെയ്യാനുള്ള എലമെന്റ്സ് നമ്മളോട് കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അവർ ഇത്രയും ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂടി കിട്ടി. അങ്ങനെയാണ് പിന്നെ നമ്മളിത് കൂടുതലും ഓൺലൈൻ ചെയ്യാന്നുള്ളതിൽ ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഓൺലൈൻ സ്റ്റോറിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും സാധനം നടക്കുന്നുണ്ട്. വാട്സാപ്പിലല്ല, ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജിങ് ചെയ്യുക. എന്തുകൊണ്ടൊരു വെബ്സൈറ്റ്? അതെന്ന് വെച്ചാൽ ആളുകൾക്ക് ചോയ്സുകളും അല്ലെങ്കിൽ എത്ര പ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അവർക്ക് ആ കറക്റ്റ് ടൈമിൽ കിട്ടില്ല. ഇതിന് എത്രയാണ് കോസ്റ്റ്, അല്ലെങ്കിൽ ഇത് ടൈമിൽ ഡെലിവറി, ഞാൻ എന്തെങ്കിലും ബിസി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ കസ്റ്റമറിന് ലാഗ് വന്നു. അപ്പോൾ വെബ്സൈറ്റ് ആയി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഏത് സൈസാണോ ഏത് കളറാണോ അവർക്ക് കയറി നോക്കാം. അവരുടെ ഫ്രീ ടൈമിലാണെങ്കിലും അവരുടെ കൺവീനിയൻസ് കൂടി. അതായത് കസ്റ്റമർ കുറച്ചും കൂടി ഇവോൾവ് കസ്റ്റമർ ആണ്. ചാറ്റ് ചെയ്തിട്ട് തന്നെ ഇഷ്ടം. അതെ, അവർക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, എനിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. ഉറപ്പായിട്ടും. അതായത് നമുക്ക് ഹെക്റ്റിക് ആയി തുടങ്ങി. അപ്പുറത്ത് ഇത് ചാറ്റ് ചെയ്യണം, ഇപ്പുറത്ത് സാധനം ഉണ്ടാക്കണം, ഡെലിവറി ചെയ്യണം, എല്ലാം കൂടി ആയപ്പോൾ എനിക്കും ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ എന്തായി, എനിക്ക് കുറച്ചും കൂടി സിമ്പിളായി. കാരണം അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഓർഡേഴ്സ് ഉണ്ട് അത് നമ്മൾ ഡെലിവറി ചെയ്താൽ മതി എന്നുള്ള അതിലേക്ക്. ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെയിലി എത്ര ഓർഡേഴ്സ് വന്നു തുടങ്ങി? അത് ആദ്യം ഞാൻ ചെയ്തിരുന്നത് മെയിൻലി ക്രിസ്മസ് ക്യാമൽസ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഗിഫ്റ്റിംഗ് എനിക്ക് ആദ്യം ഓൾ ത്രൂ ഔട്ട് ദ ഇയർ ചെയ്യണമെന്നുള്ള അറിയില്ലായിരുന്നു. ക്രിസ്മസ് ചെയ്ത് ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സാന്റാ ക്യാമൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ഇറക്കി. അതായത് ശരിക്കും സാന്റ വരുന്നത് റെയിൻഡിയർമിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാനത് അറബ് കൺട്രീസിലേക്ക് വരുമ്പോൾ അത് ക്യാമലിൻ്റെ പുറത്താണ് സാന്റ വരുന്നതെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇറക്കി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓൾറെഡി ക്രിസ്മസിന് ക്യാമൽസിന് ഓൾറെഡി അതിലൊരു എനിക്കൊന്ന് ആ Q4 സമയത്ത് ഓൾറെഡി ഇതൊരു ഗിഫ്റ്റിംഗ് സീസണാണ് വെസ്റ്റേണേഴ്സ്. അപ്പൊ അവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ കസ്റ്റമർ ആരാന്ന് കണ്ടുപിടിച്ചു, ലൊക്കേഷൻ ആരാന്ന് കണ്ടുപിടിച്ചു, ഇവർ ഏത് സമയത്താണ് ഗിഫ്റ്റ് ചെയ്യാറ് എന്ന് കണ്ടുപിടിച്ചു. അവർക്ക് സീസൺ ഉണ്ട്, ബ്ലാക്ക് ഫ്രൈഡേ, സൈബർ മൺഡേ എന്നൊക്കെ ആ സമയത്ത് വേറെയും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയപ്പോൾ ഞാൻ ക്രിസ്മസ് ക്യാമൽസ് സെയിൽ ചെയ്തപ്പോൾ
തിരിച്ച് ഈവൻ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചു തുടങ്ങി നമ്മൾക്കിതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓപ്ഷൻസ് ഉണ്ടോ. അപ്പോൾ എനിക്ക് കസ്റ്റമൈസ് ചെയ്യാനൊന്നും ആദ്യം അറിയില്ലായിരുന്നു. എനിക്ക് ഒരു ജനറിക് പാറ്റേൺ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ അതിന് ഉള്ള റിസർച്ചുകൾ നടത്തി. എങ്ങനെ നമ്മൾക്ക് ചിലർ പേര് ചോദിച്ചു, പേര് വെക്കാൻ പറ്റുമോ, അതായത് ഗിഫ്റ്റ് ചെയ്യുന്ന ആളുടെ പേര് വെക്കാൻ പറ്റുമോ, പിന്നെ അവരുടെ മെമ്മറീസ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ കഴിഞ്ഞു. അപ്പോൾ ഓൾ ത്രൂ ഔട്ട് അവർക്ക് വീട്ടിലൊരു കീപ് സേക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫ്രണ്ട്സ് വരുമ്പോൾ അവർ തമ്മിൽ പണ്ട് ഷെയർ ചെയ്തിരുന്ന ലൊക്കേഷൻസ്, അപ്പം എല്ലാ ഐഡിയാസും എനിക്ക് അവരാണ് കൂടുതലും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത്. അവരുടെ മെമ്മറീസ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും പേരുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണ്ടൻറ്റ്. ചിലപ്പോൾ തിരിച്ച് ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തത് ഒരു ലേഡിയുടെ ഹസ്ബൻഡ്, ഒരു ഓർഡർ വന്നതാണ്. ഹസ്ബൻഡ് ക്യാമൽ റൈഡ് കഴിഞ്ഞപ്പോൾ വീണു, ക്യാമലുമെന്ന് വീണു, റിബ്സ് എല്ലാം പൊട്ടി, ഹോസ്പിറ്റലൈസ്ഡായി, സർജറി ഒക്കെ കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് ഇയാൾ തിരിച്ച് കാലത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ക്യാമൽ ഇന്ന ചോയ്സ് പറഞ്ഞു, കളേഴ്സും ഇതൊക്കെ. അത് ചെയ്തിട്ട് ആ ഹസ്ബൻഡിൻ്റെ കാറുണ്ട്, ആ ജീപ്പിൻ്റെ മേലെ തന്നെ ഇത് ഡെലിവറി ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു പ്രത്യേക തരം കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അവരോട് ഒരു പ്രത്യേക തരം അതിൻ്റെ പുറത്ത്, അതും കാലത്ത് ഹസ്ബൻഡ് എത്തണേക്കാൾ മുന്നേ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് ഇങ്ങനെ ക്യാമൽ റൈഡ് വന്ന് വീണു, അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന ഒരാൾക്ക് നമ്മൾ നല്ല ഫുഡ് അല്ലെങ്കിൽ കിടക്കാനുള്ള സൗകര്യം ആണ് നമ്മൾ സാധാരണ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് നിങ്ങൾ ക്യാമൽ ഗിഫ്റ്റിംഗ് നല്ലൊരു മെമ്മറി അല്ലല്ലോ ആക്ച്വലി, ആർക്കും ആലോചിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇവന്റ് ആയിരിക്കും നമ്മൾ ഈ ക്യാമലിൽ നിന്ന് വീണ് ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഈ ഒരു സംഭവത്തോടു കൂടി ഡിപ്രസ്ഡ് ആവരുത്. ഇത് കാണുമ്പോൾ ക്യാമൽസ് അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാമൽ കാണുമ്പോൾ വീണ്ടും ഇതെല്ലാം റിക്കവർ ചെയ്ത് തിരിച്ച് ഞാൻ വീണ്ടും ക്യാമൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അവരുടെ ചിലപ്പോൾ ഒരു ഹോബി എന്തെങ്കിലും മാറരുത്, അതൊരു ട്രോമയായിട്ട് മാറും. ശരിക്കും എനിക്കത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ലെവലിലാണ് അവർ ചിന്തിച്ചത്. അപ്പം എനിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരാളുടെ ലൈഫ് ലോങ് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സംഭവം മാറ്റിമറിക്കാൻ ഓപ്ഷനുള്ള ഒരു ഗിഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഞാൻ ഐഡന്റിഫൈ മനസ്സിലാക്കുന്നു, ഗിഫ്റ്റിംഗ് ഭയങ്കര സംഭവമാണെന്നുള്ളത്. അങ്ങനെ അങ്ങനെ ഒരു ഇവന്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലേഡി ഓർഡർ ചെയ്തത്, ഫാദർ മരിച്ചുപോയി. അപ്പോൾ മദർ ഇപ്പോഴും ആ ഒരു ഫാദറിൻ്റെ മെമ്മറീസിൽ ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് അവരുടെ മാരേജ് തൊട്ടുള്ള ഫോട്ടോസ്, പിന്നെ അവർ സ്പെൻഡ് ചെയ്ത ലൊക്കേഷൻസ്, പിന്നെ ഫാദറിന് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മോൺസ്റ്ററ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ട്, അതാണ് ആളുടെ ഗാർഡൻ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു തീമിൽ ചെയ്തു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടി ഒരു ക്യാമലുമേൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, കുറച്ച് സ്ഥലമുള്ളൂ, നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലാറ്റ് സർഫസ് അല്ലേ, ഇതെല്ലാം കൂടി എങ്ങനെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി. ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് ഡിസൈൻ ചെയ്ത് ഒരുപാട് ചെയ്ത് നോക്കിയപ്പോൾ ഫുള്ള് ഒരു ക്യാമൽ ഒരു മോൺസ്റ്റർ തീമിലാക്കി അതിൻ്റെ മേളിൽ അവരുടെ മെമ്മറീസും അവർ പോയ സ്ഥലങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് മദറിന് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ, ഒരു സൗത്ത് ആഫ്രിക്കൻ ആയിരുന്നു, അപ്പോൾ അവിടേക്ക് തിരിച്ച് ഗിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ മദറിൻ്റെ റിയാക്ഷൻ ലൈവായിട്ട് വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അത് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു 2 വീക്സിനുള്ളിൽ ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വീക്സ് കഴിഞ്ഞു. ട്രാവൽ ചെയ്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ഗിഫ്റ്റ് കൊടുത്ത വീഡിയോ ഇങ്ങനെ വരുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് ദ വീഡിയോ, ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ മദർ അത് കിട്ടിയിട്ട് പൊട്ടിക്കരയാന്ന് പറയില്ലേ, കാരണം അത് ആൾക്ക് ഓൾറെഡി ക്യാമൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാൻവാസിൽ തന്നെ ആളുടെ മെമ്മറീസും എസ്പെഷ്യലി അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മെമ്മറീസ് അതിൽ വന്നപ്പോൾ എന്താ പറയുക, ആൾ ബേസ്റ്റ് ചെയ്തു. ഭയങ്കര സന്തോഷം. എനിക്ക് അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് പോസ്റ്റ് ചെയ്തോട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പേഴ്സണൽ ഇതാണല്ലോ. പറഞ്ഞു നോ പ്രോബ്ലം. ആൾ ഭയങ്കര ഹാപ്പിയായി, ആൾക്കത് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കി. അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആൾ ഷെയർ ചെയ്തു പോയി. അപ്പോൾ ഓരോ ക്യാമൽസിനും ഓരോ സ്റ്റോറികളാണ്. അത് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് മോട്ടിവേറ്റ് ചെയ്യുന്ന, അവർ ഗിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരു മോട്ടിവേഷനാണ്. ഞാനിപ്പോൾ അതിനൊരു മോട്ടിവേഷണൽ എലമെന്റ് പോലെയാണ് ഇപ്പം അതിനെ കാണുന്നത്. അതായത് ബേസിക്കലി ഒരു ബിസിനസ് അല്ല, ഇതൊരു പാഷനേറ്റ് പ്രൊജക്റ്റായി മാറി. അതായത് മണി വിൽ ബി എ ബൈ പ്രൊഡക്റ്റ്. കാരണം എന്തായാലും നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണി വേണം. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ കിട്ടുന്ന ആളുകളുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 45 to 50+ കൺട്രീസിലേക്ക് ഇത്
കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്കിപ്പോൾ. അപ്പോൾ അത് തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളുടെ റൂമിൽ നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് ഉണ്ടാക്കിയ ഒരു എലമെൻ്റാണ് ഈ പറഞ്ഞ എല്ലാ കൺട്രീസിലേക്കും പോവുക. അത് അവർ ഏറ്റവും വാല്യൂ ചെയ്ത് കൊണ്ടടക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് തുടങ്ങിയ സമയത്ത് എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഏകദേശം? ഇനീഷ്യലി കുറവായിരുന്നു, ലെസ് ദാൻ ഒരു 10 ഒക്കെ ഉണ്ടായിരുന്നു. ഡെയിലി ഓർഡേഴ്സ് വരുന്നുണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വെബ്സൈറ്റ് തുടങ്ങി. ഓക്കെ, പിന്നെ വെബ്സൈറ്റ് തുടങ്ങിയപ്പം എന്താണ് സംഭവിച്ചത്? ഓർഡേഴ്സ് കൂടിയോ, പെട്ടെന്ന് കൂടിയോ, കുറഞ്ഞോ? വാട്ട് ആക്ച്വലി ഹാപ്പൻ? ഞാൻ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമൽസ് ആണ് ആദ്യം ഇട്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും കസ്റ്റമൈസ്ഡ് ആണ് ഓർഡേഴ്സ് വരുന്നത്. കാരണം ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 5 ക്യാമൽസ് ഒരേ ഡിസൈനിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് മീൻസ് വേറെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു യുണീക്നെസ് ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, കസ്റ്റമൈസ്ഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ എൻക്വയറി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രീ നമ്മൾ ഡിസൈൻ ചെയ്യുന്നേക്കാളും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അവർക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഫുള്ളി ഫ്ലെക്സിബിൾ. അവർ പറയുന്ന ടൈമിൽ, അവർ പറയുന്ന ലൊക്കേഷനിൽ, എല്ലാ രീതിയിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തും കൊണ്ട് ചെയ്തപ്പോൾ നല്ലൊരു എന്താ പറയുക. അപ്പോൾ എന്താണ്, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കൂടി തന്നെ നമ്മൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കും, ഈ കാണുന്ന ക്യാമലിൻ്റെ ചിലപ്പോൾ ഒരു ക്യാമലിൻ്റെ ഫുൾ ഡിസൈൻ ആയിരിക്കില്ല മാറ്റാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു സെൻട്രൽ പോർഷൻ മാത്രം അവർ പറയുന്ന ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു പാരന്റ് റിക്വസ്റ്റ് ചെയ്തത് ക്രിസ്മസ് ക്യാമൽ തന്നെ, പക്ഷേ ആ ക്രിസ്മസിനാണ് ആ കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്രിസ്മസ് ഇൻ ദുബായ് എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട്, അപ്പോൾ എന്താണ്, ക്രിസ്മസ് ക്യാമൽ തന്നെ, പക്ഷേ അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ ആ കുട്ടിയുടെ പേര്, ജനിച്ച സ്ഥലം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുത്തു. അപ്പം അങ്ങനെയാണ് എന്താണ് കുറച്ചും കൂടി ഒരു ചേഞ്ചസ് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടല്ലോ, കാരണം പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ എന്താ ഡിഫോൾട്ട് പ്രീ ഡിസൈൻഡ് സാധനമാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും വിൽക്കാം, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് സാധനം വിൽക്കാം. പക്ഷെ ഈ കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ എല്ലാ പ്രാവശ്യം നിങ്ങൾ വീണ്ടും ഈ സാധനം, അതൊരു ചെറിയൊരു ചലഞ്ചാണ് എനിക്ക്. കാരണം ഒരാൾ തന്നെ 3-4 ക്യാമൽസ് ഒറ്റയടിക്ക് ഓർഡർ വേണം അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ വേണം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടിയും എന്നെപ്പോലെ ഉള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള ഹോം മേക്കേഴ്സ്, ചിലവർക്ക് എല്ലാവർക്കും പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത ലേഡീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ചാൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരു പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മളൊരു സെഷൻ കൊടുത്ത് അവർക്കത്, അപ്പോൾ എന്താണ്, നമ്മൾക്കത് അവർക്കതൊരു ഓപ്ഷനും കൂടിയാണ്. എനിക്കാണെങ്കിൽ അതൊരു എന്താണ്, ടീമിനെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബാക്കിയുള്ളവരെ നിങ്ങൾ പഠിപ്പിച്ചും കൊടുക്കുന്നു, അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം, എങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഒരുപാട് പേർക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ സെയിൽ ചെയ്യണമെന്ന് അറിയാത്ത ആളുകളുണ്ട്, പക്ഷെ സ്കിൽഡ് ആണ്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ എന്റെ തന്നെ ഞാൻ 1-2 റിലേറ്റീവ്സിലൊക്കെ അവർ നന്നായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കാലിഗ്രഫി ചെയ്യുന്നവരുണ്ട്, പെയിന്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവർക്ക് ഇത് ചെയ്തിട്ട് ഇവർ എല്ലാം റൂമിൽ വെറുതെ ഇങ്ങനെ വെക്കുകയാണ്. അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെന്ത് ചെയ്യണം എന്നറിയില്ല. ഒരു 10-20 പെയിന്റിങ്സ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ എത്രയായാലും നമുക്കത് സൂക്ഷിക്കണതിന് ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം നമ്മളത് 1-2 സ്ഥലങ്ങളിലേക്ക് അത് ആളുകൾ വാങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതൊരു ഇൻസ്പിറേഷനാണ്, നമ്മൾ ചെയ്തൊരു വർക്ക് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ 1-2 ലേഡീസിൻ്റെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു, അവരെ എക്സിബിഷൻസിന് കൊണ്ടുപോയി അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ വളരെ എന്താ പറയുക, വിഷമം പിടിച്ച അവസ്ഥയിലുണ്ടായിരുന്ന 1-2 പേര് ഭയങ്കരമായിട്ട് ചേഞ്ചായി ഇതിന് ശേഷം. അപ്പം അതും നല്ലൊരു ഇതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നിങ്ങളൊരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റിംഗ് മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറുമോ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം? ഈ ക്യാമൽസ് അല്ലാണ്ട് വേറെയും പരിപാടികൾ നിങ്ങൾ ചെയ്യുമോ? ഇവർക്ക് കംപ്ലീറ്റ്ലി നിങ്ങളെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം? അതെ, അത് ഞാൻ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇപ്പോൾ ക്യാമൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, ചിലർക്ക് വേറെ ഏതെങ്കിലും ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. ഈ പുറത്തിറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്ത് പോയി ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക്, സ്കില്ലുള്ള ആളുകൾക്ക് അവരുടെ എന്താണോ അവർക്ക് മീൻസ് അവർക്കൊരു എന്തായാലും അവർക്കൊരു ഇൻകം വേണം. എന്തായാലും അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെയിന്റ് വാങ്ങിക്കാനും ബ്രഷ് വാങ്ങിക്കാനും അവർക്ക് ഇൻകം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു പ്ലാറ്റ്ഫോം, ഒരു ഹെൽപ്പ് നമ്മളുടെ മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് സെഷൻസ് കൊടുക്കുക, അവർക്ക് കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ള രീതിയിൽ ആക്കാൻ പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഗ്രാജുവലി ചെയ്യാണ്. പിന്നെ യുഎസിലുള്ള എറ്റ്സി പോലെ ഒരു സംഭവം ആക്കി മാറ്റാൻ. അതെ.
ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്കെയിലബിലിറ്റി, അപ്പോൾ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു നമ്പർ ഓഫ് ഓർഡേഴ്സ് എവിടെയാണ്? നിങ്ങൾ ഓഫ്ലൈനും പോയി അല്ലേ? ഓഫ്ലൈനും പോയി. ഓക്കെ. ആ ഒരു നമ്പർ ഓഫ് ഓർഡേഴ്സ് എപ്പോഴാണ്, ഇത്രയും നമ്പർ ഓഫ് ഓർഡേഴ്സ് ആയപ്പോൾ ഓക്കെ എനിക്ക് ഒരു ഓഫ്ലൈനിൽ ഒരു ഷോപ്പ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു സ്പേസ് വേണം നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത്? അത് ചില ആളുകൾക്ക് ഇതിൻ്റെ ഇപ്പം എന്താണ് മെറ്റീരിയൽ എന്നറിയില്ല, അല്ലെങ്കിൽ ഇത് കാരണം ഫോട്ടോസിൽ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നതാണ്. അപ്പോൾ റിയൽ ആയിട്ട് കാണുമ്പോൾ ഇതിൻ്റെ കളർ സെയിം ആണോ, നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ പറയില്ലേ സൺഷെയ്ഡിൽ ഒരു കളറായിരിക്കും, വാം ലൈറ്റിൽ ഒരു കളറായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സെയിം ആയിരിക്കുമോ, ടെക്സ്ചർ ഇതാണോ, ഗ്ലോസി ആണോ, സാറ്റിൻ ആണോ, അല്ലെങ്കിൽ നമ്മൾക്കിത് പിന്നെ കൂടുതൽ ഇത് ഗിഫ്റ്റിംഗ് എന്ന് പറയല്ലോ. അപ്പോൾ ഇവരുടെ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വെയിറ്റ് ലഗേജ് എല്ലാവർക്കും ഒരു ഇഷ്യൂ ഉള്ള കേസാണ്. അപ്പോൾ ഹെവി ആണോ, നമ്മുടെ ലഗേജിൽ ഇത്ര സ്പേസ് ഉള്ളൂ, അതിൽ കൊള്ളുന്നതാണോ, ബ്രേക്കബിൾ ആണോ. അപ്പോൾ എനിക്ക് തോന്നി ഇനി കുറച്ചും കൂടി നമ്മളത് ഓഫ്ലൈൻ ആയാലാണ് അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വന്ന്. പിന്നെ എനിക്കൊരു വർക്ക്ഷോപ്പും കൂടി വേണമായിരുന്നു, കാരണം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യണതിന് ഓർഡേഴ്സ് ആ ലെവൽ മാറി. പക്ഷെ ഇപ്പോഴും നിങ്ങൾ തന്നെയാണോ ഫുള്ള് ചെയ്യുന്നത്? ഞാൻ തന്നെ. ആസ് ഓഫ് നൗ നിങ്ങൾ തന്നെയാണ്. ഓക്കെ. നമുക്ക് വീട്ടിലുള്ള സ്പേസ് കൺസ്ട്രെയിൻഡ് ഉണ്ട്. അപ്പം എന്ത് ചെയ്ത് നമുക്കൊരു വർക്ക് സ്പേസും വേണം. അതെ. ഓൾസോ ആളുകൾക്ക് വന്ന് നേരിട്ട് കാണാനും വിഷ്വലൈസ് ചെയ്യാനും ടച്ച് ചെയ്ത് നോക്കാനും ഫീൽ ചെയ്യാനും കളറും എല്ലാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ആ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടല്ലോ ഉണ്ടാവും? ഒരു കൊല്ലം ആയിട്ടില്ല, ഒരു 6 to 7 months ആയിട്ടേ ഉള്ളൂ. ഓക്കെ. സ്റ്റോർ തുടങ്ങിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റോർ വന്ന് ഇത്രയും നാളും ചിലർക്ക് വാങ്ങിക്കണം എന്നുണ്ട്, പക്ഷെ ഇത് ഫേക്ക് ആയിരിക്കോ, തിരിച്ച് ഓർഡർ ചെയ്ത് വീട്ടിൽ സാധനം എത്തില്ല എന്നൊക്കെ ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഡയറക്റ്റ് സ്റ്റോറിൽ വരാനും അവർ കാണാനും, അവർ ഒരെണ്ണാണോ വാങ്ങിക്കാനും ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3-4 എണ്ണം വാങ്ങിച്ചിട്ട് പോവാൻ ആ ഒരു മൈൻഡിലേക്ക് എത്തി നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ സ്റ്റോറിൽ നിങ്ങൾ തന്നെയാണോ നിൽക്കല്? ഞാൻ തന്നെയാണ്. ഞാനത് പറഞ്ഞല്ലോ, വർക്ക് സ്പേസ് ആയിട്ടാണ് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് വരുന്നു, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു, ഇടയിൽ കുട്ടികളുള്ളതുകൊണ്ട് വീട്ടിലേക്ക് ഉച്ചയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. എനിക്കൊരു നിർബന്ധം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വർക്ക് കൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ. ഇപ്പോൾ ഒരുപാട് നമ്മൾ വർക്കിംഗ് ലേഡീസിന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സ്ക്രീൻ ടൈം കൂടുന്നു, സ്പീച്ച് ഡിലേസ് വരുന്നു. അപ്പോൾ അത് എൻ്റെ കുട്ടികൾക്ക് അത് വരാതെ നോക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ഇൻ ബിറ്റ്വീൻ പോവുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു വരിക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പിള്ളേരും അത്യാവശ്യം പെയിൻറ്റും ചെയ്യും. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആളിപ്പോൾ ക്യാമലൊക്കെ പിടിച്ച് ബ്രഷ് എടുത്താൽ ഇങ്ങനെ 2 സ്ട്രോക്ക് ഒക്കെ ചെയ്യാനുള്ള, കാരണം അവർക്കൊരു ആക്ടിവിറ്റി. കാരണം ഫുൾ ടൈം മൊബൈലിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അവരുടെ ഹെൽത്തിനെ ബാധിക്കണം. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഓർഡർ കൂടുമ്പോൾ ഞാൻ മോളെ കൊണ്ട് ബേസ് കോട്ട് അടിപ്പിക്കും. അപ്പോൾ അവൾക്കും ഇൻട്രസ്റ്റ് ആണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഒരു ഫുൾ ഫാമിലിയാണ് ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ എംപ്ലോയീസ് മക്കളാണ്. റൈറ്റ്. ഓക്കെ. അപ്പം പിന്നെ ഈ ഓഫ്ലൈൻ തുടങ്ങിയപ്പം ഓൺലൈനിൽ ഓർഡർ കുറഞ്ഞോ, ഓർഡർ കൂടിയോ, ഓഫ്ലൈൻ ഓൺലൈൻ? ഇല്ല, അതൊരു ബാലൻസ് ആയിട്ടാണ് പോകുന്നത്. കാരണം ചിലർക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ട്രാവൽ, പ്രത്യേകിച്ച് ദുബായ് ഉണ്ട്, ട്രാഫിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഡെലിവറി ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളായി, ഈസിയായി. അതല്ല ഇത് നേരിൽ കണ്ടാലേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന ആളുകൾക്ക് ഇൻ സ്റ്റോർ വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള. ഓക്കെ. ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ, നിങ്ങൾ ലൊക്കേഷൻ ഭയങ്കര ഫാക്ടർ അറിഞ്ഞു. മറീന, പംജുമേറ, JLT ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു തരിക. ഇതൊക്കെ വെസ്റ്റേണേഴ്സിന്റെ. പക്ഷെ നിങ്ങൾ സ്റ്റോർ എവിടെയാണ് തുടങ്ങിയത്? ഞാൻ എൻ്റെ വീടിന്റെ തൊട്ട് നെക്സ്റ്റ് ബിൽഡിങ്ങിലാണ്. വീട് കിസൈസിലാണ്. അതൊരു ഏഷ്യൻ കമ്മ്യൂണിറ്റി ഉള്ളതാണ്. അത് ആ സൈഡിൽ തുടങ്ങണ നിങ്ങൾ ആലോചിച്ചിരുന്നോ? ആ ലൊക്കേഷൻ ശരിക്കും ആലോചിച്ചിരുന്നോ? ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഒരു വർക്ക് 9 to 5 ജോബിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ പാഷനും ഇൻട്രസ്റ്റും കൂടിയാണ്. എന്നാൽ തൊട്ട് അവർക്ക് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ, അതായത് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലാണ് സോനിയർ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തൊരു ആവശ്യം എനിക്ക് വീട്ടിലേക്ക് വന്നാലും ഒരു ടാക്സി പോലും എനിക്ക് വേണ്ട, വോക്കബിൾ ആണ്. പോവാം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം, തിരിച്ചു വരാം. അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കസ്റ്റമറെ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ഫാമിലിയുടെ കാര്യമാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ വിൽ യു ചേഞ്ച് ദ ഷോപ്പ് ടു അനദർ ലൊക്കേഷൻ? മേ ബി. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകാൻ ഞാൻ വേറെ പ്ലാറ്റ്ഫോം ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് ആളുകളെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട്, കാരണം ഞാൻ ഇനി ഡെയിലി വർക്ക്ഷോപ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി വോക്കബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നെക്സ്റ്റ് സ്റ്റേജിലാണ്, നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. ഗ്രാജുവലി അല്ലേ ഞങ്ങളിപ്പോ തുടങ്ങിയത്? പിന്നെ ഒരു പോഡ്കാസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
നമ്മളൊരു മീറ്റിംഗ് മീറ്റിംഗ് ഷൂട്ട് ചെയ്യുന്നു, യൂട്യൂബിലിടുന്നു. ഇപ്പം അത് വേറൊരു ലെവലിലെത്തി. ഇവിടെ ഈ സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നു. സോ ഇറ്റ്സ് ഓൾ എ ജേണി. ജേണി. അതെ. പിന്നെ ഓക്കെ, അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഓഫ്ലൈൻ നിങ്ങൾ ഈ ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങിയപ്പം ഓൺലൈനിൽ ഓർഡേഴ്സ് കൂടി 1, 2 ഓഫ്ലൈനിൽ എത്ര? ഇത് രണ്ടും സെയിം ആയിരുന്നോ, അല്ലെങ്കിൽ ഓൺലൈനിലും കൂടി ഓഫ്ലൈനിലും കൂടി രണ്ടും അല്ല, സെയിം ആയോ? ഓൺലൈൻ തന്നെയായിരുന്നു കൂടുതൽ. ആ. കാരണം അതാണ് കുറച്ചുകൂടി ഈസി എല്ലാവർക്കും. ഓക്കെ ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ആളുകൾക്ക് കാണണമെന്ന് നിർബന്ധമുള്ളവർ മാത്രമാണ് കൂടുതൽ വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ അത് ട്രസ്റ്റബിലിറ്റി കൂട്ടി, ട്രസ്റ്റ് Trustability ഫാക്ടർ കൂട്ടി. കൂട്ടി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ആണോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒക്കെ മാറിക്കിട്ടി. ഇൻസ്റ്റോർ വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഗാലറി ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, അതൊരു ജെനുവിൻ ഷോപ്പാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. ആ ഒരു കോൺസെപ്റ്റ് ഒന്ന്. ഉം. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ദുബായ് പോലത്തെ ഒരു രാജ്യത്ത് ഇഷ്ടം പോലെ ഹോം മേക്കേഴ്സ് ഉണ്ട്. അത് വീട്ടിലിരിക്കുന്നു, കുട്ടികളെ നോക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ ഇവർക്കൊക്കെ നല്ല കപ്പാസിറ്റി ഉണ്ടോ? കപ്പാസിറ്റി ഉണ്ട്, സ്കിൽഡ് ആണ് എല്ലാവരും. അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം ഞങ്ങൾ പറയാ? അങ്ങനത്തെ ഒരു ഹോം മേക്കർ ഉണ്ട്. വെർ ഷുഡ് ദേ സ്റ്റാർട്ട് ഫ്രം? ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഷുഡ് ഐഡന്റിഫൈ ദംസെൽസ്. എന്താണ് അവരുടെ സ്കിൽ? എല്ലാവർക്കും ചിലപ്പോൾ പെയിന്റിംഗ് ആയിരിക്കില്ല, ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കാം, ആ. അല്ലെങ്കിൽ വേറെ എന്താണെന്നുള്ളത് അവർ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആ. അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ആ സ്കില്ലിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം. അതൊരു ബിസിനസ് ആക്കണോ, അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷൻസ് ആയിട്ട് ഓൺലൈനിൽ ചെയ്യുന്നതാണോ, അത് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഉം. എന്നാലാണ് നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. മീൻസ് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഏതാണ്. ചിലപ്പോൾ പാടാൻ അറിയുന്നവരായിരിക്കും, ഡാൻസ് ചെയ്യുന്നവരായിരിക്കും. എന്താണോ അവർക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ടാലൻറ്റ്, എല്ലാവർക്കും ഉണ്ട് ടാലൻസ്. എൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് നമ്മൾ ഒരു കണക്ഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ Okay. രീതിയിലും അവർക്ക്. അപ്പൊ നിങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാൻ അഗെയിൻ ബാക്കോട്ട് പോവാണ്. ഓക്കെ. നിങ്ങൾ എപ്പോഴാണ് ഒരു ലൈസൻസിനെ പറ്റിയൊക്കെ? ഇതിപ്പം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവന്റിൽ പോയിട്ട് നിങ്ങൾ സ്റ്റോൾ സെറ്റ് ചെയ്യുമ്പോൾ ലൈസൻസ് ആവശ്യമുണ്ടോ? ദുബായ് ആണ്, അതെ. കാരണം നമ്മളെ നാട്ടിൽ ചെയ്യുന്ന പോലെ ജഗബഗായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ലൈസൻസ് എടുത്തോ അല്ലെങ്കിൽ അതെ, ലൈസൻസ് എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ഇവന്റ് തൊട്ടിട്ട് തന്നെ? ഫസ്റ്റ് ഇവന്റ് അല്ല, ഫസ്റ്റ് ഇവന്റിൽ എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ലൈസൻസ് ഉണ്ട്. ആ. നമ്മൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് അതിന് വേണ്ട സെപ്പറേറ്റ് ലൈസൻസ് വേണം. ആവശ്യമില്ല. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ കൂടി നമ്മൾക്കൊരു ലൈസൻസ് വേണം. ഓക്കെ. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ വിചാരിച്ചത് ഒരു ഷോപ്പ് വേണം, അതിനൊരു ഹൈ എമൗണ്ട് ആയിട്ടുള്ള ഒരു ലൈസൻസ് എടുക്കണം, അതിന് ഇന്ന വിസ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് DED ലൈസൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ആ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്. അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബിസിനസ് ഓണേഴ്സിനുള്ള ഒരു ഹെൽപ്പാണ്. അത് ഒരു ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡിക്രാഫ്റ്റ്സിനുണ്ട്, ഓരോ കാറ്റഗറീസ് ഉണ്ട്. ആ. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കാറ്റഗറിയിലുള്ള നമ്മൾക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ അത് മതി. ഓ, nice. വളരെ cheap ആയിട്ടുള്ള ഒരു- എന്ത് കോസ്റ്റ് ആയിരുന്നു അതിന്? അതൊരു 1070 ദിർഹംസേ വരുന്നുള്ളൂ. എല്ലാവർക്കും 1070 ദിർഹംസ് ഒരു കൊല്ലത്തേക്ക്? ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ അതെല്ലാവർക്കും അഫോർഡബിൾ ആണ്. അപ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ സ്റ്റോറൊക്കെ ഏറ്റവും ഫൈനലി നമ്മൾ ആലോചിക്കുന്ന അതെ. കാര്യമാണ്. അപ്പോൾ ഇനീഷ്യലി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഹോൾ ട്രൂ ഇയർ അവർക്കത് സെല് ചെയ്യാം. ബേസിക്കലി 1000 ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് 1000 ദിർഹംസിന് നമ്മൾക്ക് സെല് ചെയ്യാം. പക്ഷെ അതിന് കാറ്റഗറീസ് ഉണ്ട്. ആ. അത് ഫുഡൊന്നും പറ്റില്ല, കാരണം ഫുഡിന് സ്പെഷ്യൽ ഫുഡ് ലൈസൻസ് എല്ലാം വേണം. ഓക്കെ. ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യാം, ജ്വല്ലറി ചെയ്യാം, ക്ലോത്തിങ് ചെയ്യാം, എല്ലാം ഓൺലൈനിൽ കൂടി ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അപ്പൊ എവിടെ പോയത്? മീൻസ് ഈ ഓഫീസ് അതെല്ലാം ഓൺലൈൻ ത്രൂ ആണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഡയറക്റ്റ് വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാണ്. നിങ്ങളെ ഹസ്ബൻഡ് വിസയിലാണ്? അതെ, ഹസ്ബൻഡ് വിസയിലാണ്. അപ്പൊ നിങ്ങളെ പേരിൽ ഒരു ലൈസൻസ് എടുത്തു? കിട്ടി. അപ്പോൾ ആ ലൈസൻസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ വെബ്സൈറ്റും കാര്യങ്ങളിലൊക്കെ പോയത്. ഓ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേഷൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അടിപൊളി. ഇനി അതിന്റെ വേറൊരു ഇത്, നിങ്ങളായിരുന്നു ഡെലിവറി ചെയ്യലെന്ന് പറഞ്ഞു. അതെ. ഇത് മാറ്റിയോ കുറച്ച് കഴിഞ്ഞപ്പോൾ? അതെ, മാറ്റി. കാരണം ഓർഡേഴ്സ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇവിടുത്തെ ഒരു ട്രാഫിക്കിൽ നമുക്ക് എല്ലാ ലൊക്കേഷനിലും എത്താൻ പറ്റില്ല. ഒരു ദിവസം തന്നെ മോർ ദാൻ 10 ഓർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് എത്തില്ല. ഒന്നാമത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളല്ല, ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഈവനിങ്സിൽ വേണം ഞങ്ങൾക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പം അതെന്തായാലും ഒരു രാത്രിയിൽ എത്ര ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും? അതും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ കസ്റ്റമേഴ്സിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. കറക്റ്റ്. അപ്പോൾ ഈവനിങ് പീക്ക് ടൈം ആകുമ്പോൾ വീണ്ടും കൂടും നമ്മൾക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെ ഡെലിവറി പാർട്ട്നേഴ്സിനെ നമ്മൾ ഹയർ ചെയ്തു. അപ്പോൾ ആ ഒരു കോസ്റ്റ് എങ്ങനെയാണ്? മീൻസ് ദുബായിൽ വിത്തിൻ 24 hours ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണോ? അതുകൊണ്ട് നമ്മൾക്ക് ബൈക്ക് ഡെലിവറി ഉണ്ട്. ചിലപ്പോൾ ചിലർ ഇന്ന്
രാത്രി നൈറ്റ് ട്രാവൽ ചെയ്യണവരായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഡെലിവറി ടീം എന്തായാലും നെക്സ്റ്റ് ഡേ വിത്തിൻ 3 days ആയിരിക്കും ഡെലിവറി ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസുകൾക്ക് സ്പെഷ്യൽ ബൈക്ക് ഡെലിവറി. ഇതെല്ലാം നമ്മൾക്ക് എന്താ പറയുക, ഓരോ ഇൻസിഡൻസ് വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ശരിയാണല്ലോ സെയിം ഡേ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നോക്കണം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളെ സെർച്ച് ചെയ്തു. അപ്പോൾ അതിനുള്ള ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷനും നമ്മുടെ പിക്കപ്പും ആ ഡെലിവറി ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം വന്ന് കളക്ട് ചെയ്ത് പോകും. നമുക്ക് പേയ്മെന്റ് ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ക്യാഷ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇപ്പം ഈ കുറെ ആൾക്കാർ ചാറ്റിങ്ങിൽ വരുമല്ലോ. അതെ. അപ്പൊ അതും നിങ്ങൾ തന്നെയാണോ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതൊക്കെ മാറ്റണം. അതെ. നൈസ്. നിൽക്കട്ടെ, ഇതിൻ്റെ അകത്ത് ഒരു വലിയ റോള് കളിച്ചത് ഒരു ഹസ്ബൻഡാ. നമ്മൾ നേരത്തെ പറഞ്ഞു ആളെ നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. ആളെ കാണണ്ടേ? ആളെ ഞങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട്. വസീം ഈസ് ബാക്ക്. ഇവിടെ നോക്കിയാൽ മതി, ഏത് ക്യാമറ നോക്കേണ്ടത്? ക്യാമറ അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, സംസാരിക്കുന്നു. വസീമേ, വെൽക്കം ബാക്ക്. താങ്ക് യു. മൂന്നാമത്തെ ഇത് ആദ്യത്തെ എനിക്ക് വന്ന് 20K, ഇതിനെത്ര 40K. ഇത് നമുക്ക് 1,00,000 അടിക്കണം. അതെ, 1,00,000 അടിക്കണം ഇൻഷാല്ലാ. ഓക്കെ, പറയൂ. വസീമാണ് ഇതിന്റെ അകത്തുള്ളൊരു നെടുന്തൂൺ. പക്ഷെ ഇപ്പോഴാണ് ബാക്ക് കടന്നിട്ട് ചരട് വലിക്കുന്ന വസീമ. അല്ല, അങ്ങനെയല്ല. ചരട് വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനേക്കാൾ ഉപരി ഗൈഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആർട്ടിസ്റ്റാണ്. എനിക്ക് ആർട്ടിനെ പറ്റി ഒരു ധാരണയില്ല. എനിക്ക് പെയിന്റ് ഏതാ, എനിക്കൊരു ധാരണയില്ല. സത്യത്തില് നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇ കൊമേഴ്സിന്റെ അല്ലെങ്കിൽ ഓൺലൈൻ്റെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ഗൈഡ് ചെയ്ത് കൊടുത്തു. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത ആള് തന്നെയാണ്. ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ പഴയ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ട്, നമ്മൾ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ തുടങ്ങി, ഫ്രിഡ്ജിൽ വെച്ചതും വീട്ടിൽ വെച്ചതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈത്തപ്പഴം മാത്രമല്ല, നമ്മളുടെ രണ്ടാമത് ഞാൻ ആദ്യത്തെ പോഡ്കാസ്റ്റ് കഴിഞ്ഞു, പിന്നെ നമ്മൾ കോഴിക്കോട് വന്നിട്ട് രണ്ടാമത് ചെയ്തില്ല. ആ സമയത്ത് അഫിയുടെ കഥ അതിൽ വന്നിട്ടുണ്ട്, ലൈറ്റ് ആയിട്ട്. അതെ, അതുകൊണ്ടാണ് അന്ന് എനിക്ക് കുറേയും വിമൻ ആർട്ടിസ്റ്റുകളുടെ മെസ്സേജുകൾ വന്നിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്നാ ചെയ്യണത്, ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ കുറെ ആളുകൾക്ക് ഇതുപോലെ മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. അത് ശരി. അപ്പൊ ഇത് അവർക്കുള്ളൊരു ആൻസറും കൂടിയാണ് സത്യത്തില്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള റീസൺ. 1000 ദിർഹത്തിന് ലൈസൻസ് കിട്ടണമായിരുന്നു ഞാനിപ്പോ അറിയാം. സത്യമായിട്ടുണ്ട്. നമ്മളത് എന്തുകൊണ്ട് അന്വേഷിച്ചത്, നമ്മുടെ കയ്യിൽ 10 പൈസക്ക് ഗതി ഉണ്ടായിരുന്നു ആ സമയം. സത്യാവസ്ഥ പറയാം. അപ്പൊ ലൈസൻസ് ഇല്ലാണ്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനും, എന്നാ അതിൽ കുറച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹാൻഡിക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ദുബായിയുടെ DED ട്രേഡർ ലൈസൻസ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയത്. അങ്ങനെ എന്റെ കയ്യിൽ കാശില്ല, എനിക്ക് കിട്ടുന്ന കാശ് മുഴുവൻ കടം വീട്ടാനുള്ളൂ. ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് മേടിച്ച് 1070 ദിർഹംസ് കൊടുത്ത് നമ്മൾ ഓൺലൈനിൽ ലൈസൻസ് എടുത്തു. ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് പിന്നെ ഭർത്താക്കന്മാർ എപ്പോഴും പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, പറയൂ. ഇനി ഡെലിവറി ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നോ ഓഫീസിന് തിരിച്ചു വന്നിട്ട്? ഡെലിവറിയുടെ എന്താ പറയാ, എനിക്ക് ഈ ക്യാമൽ ഡെലിവറി ചെയ്തിട്ട് എനിക്കൊരു പേര് വേണം. കുറെ പേരുകളുണ്ട്, നീ എന്നിട്ട് അവസാനം ക്യാമൽ വസീം അല്ല, ക്യാമൽ ലേഡി അഫിയ, ക്യാമൽ ഡെലിവറി മാൻ, ക്യാമൽ ഡെലിവറി മാൻ കം എന്ന് പറഞ്ഞിട്ട് എന്നെ പല പ്രാവശ്യം പലരും വിളിച്ചിട്ടുണ്ട്. അപ്പോ ക്യാമൽ ഡെലിവറി ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകും, ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി, അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇതുണ്ടാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്രോൾ അടിക്കാനുള്ള കാശൊക്കെ തരും കേട്ടോ. അത് വളരെ ഡെലിവറി ചാർജ് തരും. പിന്നെ പെട്രോൾ അടിക്കാനുള്ള കാശും ടിപ്പ് കിട്ടണത് എനിക്ക് ചായ കുടിക്കാനാണ്. ടിപ്പ് ഇട്ട പറഞ്ഞിട്ടില്ല മനസ്സിലായി, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നേരെ ഡെലിവറിക്ക് പോകും. അങ്ങനെ ചിലപ്പോൾ ഒരു 5-10 ഡെലിവറി ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് പോകാറിയാലോ. കറക്റ്റ് ഗൂഗിളിൽ ലൊക്കേഷനൊക്കെ ഇട്ട് ഒരു റൗണ്ട് ചെയ്ത് രാത്രി വീട്ടിലേക്ക് വരും, ചായയൊക്കെ കുടിച്ച്. അങ്ങനെയാണ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. ചില ഡെലിവറി നമ്മൾ പോയി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇരുന്ന് ചെയ്യും. വീട്ടിൽ വന്നിട്ട് ആളെയും കൂട്ടി പോയിട്ട് ചില ഡെലിവറി ചെയ്യും. അപ്പോൾ മക്കളെയും കൊണ്ടുപോകും? ഇല്ല, മക്കളങ്ങനെ ചിലതിനെ കൊണ്ടുപോകും, ചിലതിന് കൊണ്ടുപോകില്ല. അപ്പോൾ അത് ബേസിക്കലി ജോലിയും വൈഫിന്റെ ബിസിനസ്സും പിന്നെ ഫാമിലി ലൈഫ് എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്. ഈ അഫിയയുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലൊക്കേഷൻ കൊടുക്കണമായിരുന്നു. അതായത് ഞങ്ങൾ അന്ന് താമസിക്കുന്ന ദുബായിലെ മക്കാനി നമ്പർ ഉള്ളവർക്ക് മാത്രമാണ് ലൈസൻസ് കിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന ഷാർജയിലാണ്, മുവൈലയിലാണ്. ഒരു ഒറ്റമുറി വീടാണ്. അപ്പൊ അവിടെ അത് വെച്ചിട്ട് ലൈസൻസ് കിട്ടില്ല. അങ്ങനെ ഹോട്ട് പാക്കിന്റെ
ഞാൻ സൈനിക്ക അടുത്ത് സംസാരിച്ചു, ഹോട്ട് പാക്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. സൈനിക്ക പറഞ്ഞ് നമ്മളുടെ ബിൽഡിംഗ് ഉണ്ട്, അവിടുത്തെ റൂമിൽ അതിൽ നമ്പർ കൊടുത്തിട്ട് നീ ലൈസൻസ് എടുത്തോളാൻ പറഞ്ഞു. സൈനിക്കായാണ് നമുക്ക് ഫസ്റ്റ് ലൈസൻസ് എടുക്കാനുള്ള സപ്പോർട്ട് ചെയ്ത് തന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിലെ ആള് ഇതിന് സപ്പോർട്ട് ചെയ്ത് തന്ന ആളാണ്. നിങ്ങൾ പറഞ്ഞു അവിടെ ഡെലിവറി കൊടുത്തു, മറ്റെന്താ പറയാ, ഇവിടെ വീണവായന അപ്പുറത്ത് എന്താ പറയാ, എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഏതാണ്? പിന്നെ അമ്മക്ക് രണ്ട് ഡെലിവറി നടന്നല്ലോ. അത് ഭയങ്കര ഒരു കഥയാണ് ആ 2 ഡെലിവറിയുടെ. ഇതിന്റെ ആ ഡെലിവറി കഥ പറയണേക്കും വേറൊരു കഥ പറയാം. അപ്പൊ ഞാൻ ഹോട്ട് പാക്കിലെ ഇ-കൊമേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡാണ്. ഓക്കെ, അപ്പൊ ഞാൻ അപ്പൊ അന്ന് എൻ്റെ ഒരു വണ്ടിയില്ല, ഞാൻ വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, എനിക്ക് ലൈസൻസും കിട്ടണുള്ളൂ. ഞാനും ഹോട്ട് പാക്കിൽ തുടങ്ങിയിട്ടുള്ളൂ, എന്റെയും പിച്ച് വെപ്പാണ്, നമ്മുടെ ഹോട്ട് പാക്ക് വെബ് സ്റ്റോർ തുടങ്ങിയ സമയമാണ്. അപ്പോ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ടാക്സി ഡ്രൈവർ ഉണ്ട്, അമീദ് ഖാൻ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമീദ് ഖാനാണ്. അമീദ് ഖാനെ കൂട്ടിയാണ് ഞാൻ ഈ ഡെലിവറിക്കൊക്കെ പോണത്. നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലാത്ത, സ്വന്തം വണ്ടിയിലല്ല പോണത്. ചില സമയത്ത് ഇതിന്റെ ഉള്ളില് ആദ്യത്തെ ഡെലിവറിയുടെ കേസാട്ടാ പറയണം, പിന്നീട് നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ട്. അപ്പൊ അമീദ് ഖാൻ എന്നെ ബുർജ് ഖലീഫയിലെ മീറ്റിങ്ങിന് കൊണ്ടുപോയി വിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇവരുടെ ഡെലിവറിക്കും പോകും. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോ ഹോട്ട് പാക്ക് വെബ് സ്റ്റോറിന്റെ ഡെലിവറിക്കും പോകും. അപ്പൊ ഈ അമീദ് സത്യത്തിൽ നിങ്ങൾ ആരാ, സത്യത്തിൽ എന്താ പണിയൊന്നുമില്ല. അതെ. അപ്പൊ അത് ആ ഡെലിവറി. ഈ 2ാമത്തെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ 2ാമത്തെ കുട്ടി ഉണ്ടായി. 2ാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പണ്ട് പോകുന്നത് കടവും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ നമ്മള് 2ാമത് ഒരു കുട്ടീനെ കടമൊക്കെ വീട്ടിട്ട് കുറച്ചെങ്കിലും ആക്കിയിട്ട് മതി എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഡിസംബർ 14, 2022 അതിന് 2ാമത്തെ കുട്ടി ജനിക്കണം. അപ്പോൾ ഡിസംബർ 14 എന്ന് പറഞ്ഞാൽ അഫിയുടെ ക്രൂഷ്യൽ സീസൺ ആണ്, ലാസ്റ്റ് ക്വാർട്ടർ Q4 എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ്. ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 2 കാലം ഡെയിലി 2 ഇഞ്ചക്ഷൻ വീതെടുത്തിട്ടാണ് ഇവള് പോണത്. അതിന്റെ കരച്ചില് വേറെ വേദനയാണ്, നല്ല വേദനയുണ്ട് ഈ ഇഞ്ചക്ഷന്. അതിന്റെ കരച്ചില് വേറെ, അതിന്റെ ഒപ്പം തന്നെ ഓർഡേഴ്സ് വരുന്നു, ചാറ്റ് ചെയ്യണം, ഇത് ഉണ്ടാക്കണം, മൂത്ത കുട്ടീനെ നോക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലും ഇവള് ആ 7ാം മാസത്തിലും 8ാം മാസത്തിലും 9ാം മാസത്തിലും ഇരുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 9ാം മാസം പ്രസവിക്കണേന്റെ ആ ഒരു സമയത്ത് തന്നെ ഏകദേശം 250ഓളം ക്യാമലിനെ അവൾ ഉണ്ടാക്കി ആ വയറും വെച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് പ്രസവിക്കണേന്റെ തലേ ദിവസം ഞങ്ങൾ 2 പോയി ഒരു ഡെലിവറി കൊടുത്ത് നേരെ ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി. പിറ്റേ ദിവസം വെളുപ്പിന് ആ ഡെലിവറി തന്നെ പോകും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പിറ്റേ ദിവസം വന്നു. വീട്ടിലേക്ക് പിറ്റേ ദിവസം വന്നിട്ട് അന്ന് വൈകിട്ട് അടുത്ത ക്യാമറ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്ത് അതിന്റെ പിന്നത്തെ ദിവസം വീണ്ടും അടുത്ത ഡെലിവറി വീണ്ടും കൊണ്ടുപോയി. കാരണം ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മൾ ഈ പറയലുണ്ടല്ലോ, യു ആർ ദ ആവറേജ് ഓഫ് 5 people അറൌണ്ട് യു. ഇവിടെ ഏറ്റവും വലിയ പിന്നെ ഇൻസ്പിറേഷൻ കൊടുക്കണ നിങ്ങൾ തന്നെയാണ്. ഇൻസ്പിറേഷൻ നമ്മൾ എത്ര മടങ്ങ് തരും, അതെ, ഇൻസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഞാൻ ഈ ആസ് എ വൈഫ് ആളെടുത്ത മുഴുവൻ സ്ട്രഗിളും ഈ പറഞ്ഞ എല്ലാ സ്ട്രഗിളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ ഒരു ലേഡി, പ്രത്യേകിച്ച് ഒരു ഹോം മേക്കർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എല്ലാ ഹസ്ബൻഡ്സിനെയും നമ്മൾ കുറ്റം പറയണമല്ല. ഹസ്ബൻഡ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ ജോലിക്ക് പോകണം, ബിസിനസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് നോക്കണം. അതെ, എത്രത്തോളം പേർക്ക് ഇതിനെങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, എത്രത്തോളം പേർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സമയം കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് വരെയാണ് ഇവിടെ എടുത്താണ്. ഞാൻ അങ്ങനെ എൻ്റെയും സമയം ഇതിനു വേണ്ടി, ഞാനൊരു ജോലിയിൽ നിൽക്കുന്ന ആളല്ലേ. കുറേ അടികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം രാത്രി 12 മണിക്ക് എനിക്ക് ഇപ്പൊ മാർക്കർ വേണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് മാർക്കർ മേടിച്ചോണ്ടെന്ന്. അങ്ങനെ ഞാൻ മാത്രല്ലല്ലോ, ചിലപ്പോ രാത്രി 2 മണിയാകുമ്പോ ഉണ്ടാക്കി കഴിയുമ്പോ വിശക്കും. അപ്പൊ ഫുഡ് വേണം, അപ്പൊ KFC വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. കുട്ടികളുള്ളതുകൊണ്ട് അവർ ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നത്. അപ്പൊ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് മോൾ ഉറക്കിയതിന് ശേഷം വേണം എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഇരിക്കാനായിട്ട്. കിച്ചണിലെ വർക്ക് എല്ലാം കഴിഞ്ഞ് അതൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ ഇത്. അപ്പോൾ ഭയങ്കര ലേറ്റ് ആവും. 2 മണി 3 മണി ഒക്കെ ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് വിശക്കും. അപ്പൊ ഞാൻ ചെന്നിട്ട് പറയും എനിക്ക് വിശക്കണം, പിന്നെ കിട്ടില്ല. ആ പ്രശ്നം ഞാൻ പറയല എന്താ അറിയോ, ഇഫ് ഷീ ഗെറ്റ്സ് ഹംഗ്രി
ഷീ വിൽ ഗെറ്റ് ആംഗ്രി. അതെ അതെ കറക്റ്റ് ആണ്. അത് പെട്ടെന്ന് സോൾവ് ചെയ്യണം. അതെ അതെ പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു ആർട്ടിസ്റ്റ് ഭാര്യയുടെ ഹസ്ബൻഡ് ആവാൻ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഉള്ളത്. അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് പണി രസമുള്ള പരിപാടിയൊന്നും ഇല്ല. നമ്മളിതൊക്കെ കൊടുക്കണോട് നമ്മുടെ അവസ്ഥ കൊണ്ടാണ്. ഇല്ലാതെ ഈ വീട്ടിൽ കയറാൻ പറ്റില്ലല്ലോ. വീട്ടിന് പുറത്തൊന്നും. പിന്നെന്താ അറിയാ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെ കണ്ടു കഴിഞ്ഞാല് മറ്റേ മിഥുന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതുവരെ മറ്റേ വെള്ളത്തിന്റെ ബോട്ടില് ഒറ്റക്ക് എടുത്ത വൈഫ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട അതാണ് വെച്ചിട്ട് എടുക്കാൻ പറ്റണില്ല. അതാണ് അവസ്ഥ. അത് തന്നെയാണ് എല്ലായിടത്തും അത് തന്നെയല്ലേ, എല്ലാ സ്ഥലത്തും അത് തന്നെയാണ്, എല്ലാ വീട്ടിലും സംഭവിക്കുന്നത് അതാണല്ലോ. നമ്മളത് പരസ്യമാക്കി കൊടുത്തു. ഒരു സമാധാനം. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ ഫോട്ടോ കാണുമ്പോ ഇതിന്റെ പിന്നിൽ എടുക്കണ എഫേർട്ട് ആരും കാണണല്ലോ. കറക്റ്റ്. അതുകൊണ്ട് ഇപ്പൊ ഇവളുടെ അടുത്ത് തന്നെ പലരും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കണേ, എന്നിട്ട് പലരും ഇതൊക്കെ കണ്ടിട്ട് വീട്ടില് കളർ മേടിച്ചു വെച്ചു. വീട്ടില് 2 ദിവസം ഉണ്ടാക്കി കഴിയുമ്പോ അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം വലിയൊരു സ്ട്രഗിളാണ് ശരിക്കും. വീട്ടിലിരുന്ന് ഇങ്ങനെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഹോം മേക്കേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈക്കോം കമ്മ്യൂണിറ്റിക്ക്, ഈക്കോം മാഫിയയിലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് രക്ഷപ്പെടും. കറക്റ്റ്. എനിക്കത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനല്ലേ ഈ 1070 ദിർഹത്തിന് ലൈസൻസ് ഉള്ള കാര്യം ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ബേസിക്കലി അത് ഓൾറെഡി വിസ ഉള്ളവർക്കാണ് അത് കിട്ടുക അല്ലെ. റെസിഡന്റ് വിസ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യാം. ഓൺലൈൻ ബിസിനസ് ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതില്? കൂടുതലും ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ജ്വല്ലറി അല്ലെങ്കിൽ ക്ലോത്ത്സ് ചില ക്ലോത്ത്സ് മാത്രം ചെയ്യാൻ പറ്റും, എല്ലാ ക്ലോത്ത്സും ചെയ്യാൻ പറ്റില്ല. വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് സാധനങ്ങൾ. പിന്നെ മാർക്കറ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം, കൺസൾട്ടൻസി ചെയ്യാം. അങ്ങനെ കുറേ സർവീസസ് ഉണ്ട്. അത് ദുബായ് DED യുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ട്രേഡർ ലൈസൻസ് ഉണ്ട്. അതിൽ അവർ കാറ്റഗറീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 5 ഓപ്ഷൻ നമുക്ക് അതിലെടുക്കാൻ പറ്റും. നമ്മളുടെ ആ സെയിം ലൈസൻസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 5 or 6 എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളൊരു 6 വർഷം മുമ്പ് എടുത്തത്. 6 വർഷം മുമ്പ് അന്ന് മുതൽ നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നുണ്ട് ലൈസൻസ്. ലൈസൻസ്ഡ് ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസ്റ്റ് ആണ്. ഓ നൈസ്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതിനുശേഷം ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കാൻ. നിങ്ങളൊരു ഈക്കോം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഞാനൊരു മീറ്റപ്പും കൂടി നടത്തിയാലോ എന്നല്ലേ. പാഷനേറ്റ് ആയിട്ട് അത് നല്ലൊരു കാര്യമാണ്. ഈ വിമൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിലിരുന്ന് ആർട്ട് ചെയ്യുന്നവർ, ക്രാഫ്റ്റ് ചെയ്യുന്നവർ മാത്രമല്ല, ഫുഡ് ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാവോ. ഈവൻ അച്ചാറിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ്, അല്ലെങ്കിൽ സ്നാക്സ്, കുക്കീസ്, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ ഒരു വലിയ ലെവലിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നണ പറ്റിയിട്ടില്ല. ചില പുതിയ കമ്പനീസ് അങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്തൊരു ഇത് കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ എത്രത്തോളം എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല. പക്ഷെ ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ ഇറ്റ്. ശരിക്കും ചെയ്യാൻ പറ്റും ആക്ച്വലി. എന്നാലും നിങ്ങൾ കുറച്ച് കുറ്റം പറയും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇപ്പൊ പറഞ്ഞ എന്താണെന്നുള്ള മറന്നുപോയി. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മാർക്കറിന്റെ മനസ്സിലായി, KFC മനസ്സിലായി, വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എനിക്ക് കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അടി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ നിർത്തി പോവുക, ഞാൻ ഈ പരിപാടി ചെയ്യുക, ഇതൊന്നും നടക്കാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കുറ്റം പറഞ്ഞി. പിന്നെ എന്തൊക്കെ പറയാനാണോ? കുറ്റം പറയാൻ തിരിച്ചു ചോദിക്കട്ടോ. സാധാരണ ഞാൻ കുറ്റം പറയാറില്ല, എന്നാലും പറയണം. കുറ്റല്ല, ചലഞ്ചസ്. 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ. രാത്രി 12 മണിക്ക് ശേഷം ഇരുന്നാണ്, അല്ലെങ്കിൽ 10 മണി 10:30 11 മണിക്ക് ശേഷമാണ് ഇരുന്നുണ്ടാകണം. ഞാനപ്പോ നല്ല അസലായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് ഉറക്കം വന്നിരുന്ന് നമ്മളിങ്ങനെ ഒരു മൂഡിൽ ചെയ്യുമ്പോ ഒരാളുടെ കൂർക്കം വലി ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കുമ്പോ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ അപ്പൊ തന്നെ ഞാൻ ചവിട്ടെടുക്കില്ല. അപ്പൊ അവൾക്ക് വരുന്ന ദേഷ്യം അത് വലിയ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും, കിടക്കും. ഞാൻ നേരത്തെ കിടന്നുറങ്ങും. പക്ഷെ അവള് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പൊ അത് ഒരു ഉറക്കത്തിന്റെ ഒരു പ്രശ്നം അല്ലേ. നമ്മളുടെയും ഹെൽത്ത് കാരണം കാലത്ത് എണീക്കുമ്പോൾ നമുക്ക് ആ ക്ഷീണം ഉണ്ടാവും. നമ്മുടെ ഹോൾ ഡേ അതിന് നമ്മള് ടയേർഡായിരിക്കും. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. ചിലപ്പോ ഇപ്പൊ ചായ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ദേഷ്യം വരും. അങ്ങനത്തെ. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഓൾറെഡി അവിടെ പോയി തള്ളി തള്ളി തവിട് കൂടിയിട്ടാണ് ഇവിടെ എത്തണേ. മാർക്കറ്റിംഗ് ആണല്ലോ. വീട്ടിൽ വരുമ്പോ
ഈ പറഞ്ഞ പരിപാടികൾക്ക് ചിലപ്പോൾ ഡെലിവറിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ മേടിക്കാൻ പോകേണ്ടി വരും. എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മേടിക്കാൻ പോകണമല്ലോ. ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. 2 പെയിന്റ് 3 പെയിന്റ് ആ രീതിയിലായിരിക്കും. അപ്പൊ തീരുമ്പോ ഓട്ടോമാറ്റിക്കലി വീണ്ടും വാങ്ങിക്കേണ്ടി വരും. കറക്റ്റ്. അപ്പൊ അത് ഒരുമിച്ച് പറയൂല. അപ്പൊ അത് ദേഷ്യം വരും. പ്രൊക്യൂർമെന്റും ഡെലിവറി മാനും ട്രാൻസ്പോർട്ടേഷൻ ടീമും ഒക്കെ എല്ലാം അതാണല്ലോ. തന്നെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ മാർക്കറ്റിങ്ങും, ആ. പിന്നെ ഇത് വാങ്ങിക്കാൻ പോണം. ഇത് ഒരുമിച്ച് എപ്പോഴും ഓരോന്നും പറയൂല. അപ്പൊ അതൊരു ചലഞ്ചായിരുന്നു. പിന്നെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു സൺഡേ ഹോളിഡേ ആണ്. സത്യം പറയാലോ, ഇതാ ഒരു സ്ഥലത്ത് റിവീൽ ചെയ്തിട്ടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ എല്ലാ വീക്കെൻഡിലും എക്സിബിഷൻ ആയിരിക്കുന്നു. സൺഡേ കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോ വെളുപ്പിൽ തന്നെ എണീറ്റ് ഈ സാധനം മൊത്തം ചുമന്ന് ഈ സാധനം മൊത്തം ചുമന്ന് വണ്ടി കയറ്റണം, നേരെ എക്സിബിഷന്റെ അവിടെ പോയിരിക്കണം. ഇത് ഫുള്ള് സെറ്റപ്പ് ചെയ്ത് ഓരോന്ന് കവർ ചെയ്യുന്നെടുത്ത് അത് റെഡിയാക്കി കൊടുക്കണം. അതിന് ക്യാമറ ചെയ്യണം, വീഡിയോ എടുക്കണം, അവിടെ ഇരുന്ന് സെല്ല് ചെയ്യണം, പേപ്പർ എടുത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പരിപാടി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് മേടിച്ചു കൊടുക്കണം. അല്ല, ഭർത്താക്കന്മാർക്കുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഞാൻ പറയുന്നത്. അതിലെ രസമുണ്ട്. അതിലൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇതേപോലെ പോകുന്ന പല സ്ഥലത്ത് വെച്ചിട്ട് കിട്ടിയ നെറ്റ്വർക്കാണ് എനിക്ക് ഇന്നും എന്നെ ഈ നിലയിൽ പിടിച്ചു നിർത്താൻ. വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ആ ഒരു എൻട്രി എനിക്ക് കിട്ടിയത്, ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്നും ഇവിടെയും ഇങ്ങനെ ബിസിനസ് ചെയ്യാന്നുള്ള ഒരു ഇത് കിട്ടിയത് എനിക്ക് ഇവളുടെ കൂടെ പോയിട്ടാ. എന്റെ പരിപാടി ഇവളുടെ കൂടെ പോകുമ്പോൾ അവിടെ ഉള്ള എല്ലാവരെയും പരിചയപ്പെടും. അത് സെറ്റാക്ക. അതിനും അടിയാവും. എന്തിനാണോ താൻ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് അത് നിങ്ങളെ കയ്യിലിരിപ്പ് അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഇതും കുറ്റാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ എല്ലാവരും പരിചയപ്പെടും. പക്ഷെ ആ നെറ്റ്വർക്കൊക്കെ ഞാൻ ഇന്ന് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നോട്ട് ദ പോയിന്റ്. അടിയാവോ? എനിക്ക് നിങ്ങൾ ലഞ്ച് വാങ്ങിച്ചാൽ അറിയില്ല. ലഞ്ച് നിങ്ങളൊക്കെ വാങ്ങിച്ചു തന്നോ? ഇവന് ലഞ്ച് വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവില്ല. ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം പോയപ്പോ സ്കൂളിലെ പ്രിൻസിപ്പൾ വന്നിട്ട് ഇതുപോലെ ഭാര്യയുടെ കൂടെ ഇരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, നമ്മള് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതേപോലെ അവരുടെ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും പറ്റണം എന്നില്ല. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ്. ഇവള് ഇത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറിയത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിലൊരു ഒരു പങ്ക് വഹിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര. പക്ഷെ നിങ്ങൾക്ക് അതിനോട് നഷ്ടം ഉണ്ടായിട്ടില്ല? 1 രൂപയുടെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് കാണും. എനിക്ക് കണക്കില്ല. എനിക്ക് കണക്കില്ലാത്തോണ്ട് ഞാൻ പൊട്ടിപ്പോയി. പണ്ട് ബിസിനസ് തകർന്നു പോയി. ഒരു കണക്കില്ലായിരുന്നു. കാശ് വന്നോ പോയോ ആര് കൊണ്ടുപോയി എന്ത് ചെയ്തെന്ന് അറിയില്ല. ഇവൾക്ക് അന്ന് തുടങ്ങിയ അന്ന് മുതൽ എത്ര രൂപ വന്നു, എത്ര രൂപ പോയി, എത്ര രൂപ ലാഭം കിട്ടി, എന്ത് മേടിച്ചു, ഞാൻ എന്തൊക്കെ ഞാൻ മുടക്കിയിട്ടുണ്ടോ. എന്റെ വലിയ കാര്യമായിട്ട് മുടക്കാനൊന്നുമില്ല. ഇവള് തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതെല്ലാം. എനിക്കൊന്നത് മീൻസ് ഇതൊക്കെ പറയുമ്പോഴും യെസ്, സപ്പോർട്ട് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്നാലേ മീൻസ് ഈ ഓണ്ടർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എന്താ പറയാ, ഇതിലും വലിയൊരു ടോർച്ചർ ആക്ച്വലി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം എവറി ഡേ ഇസ് ഡിഫറെന്റ്. ഓക്കെ, ഇനി കുറച്ച് കുറ്റം അങ്ങോട്ട് പറയും പ്ലീസ്. നിങ്ങളെ തന്നെ ഇതിപ്പോ ഞാൻ മറ്റേ പോഡ്കാസ്റ്റിലൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നശിപ്പിക്കരുത്. മറ്റേ കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളൂ എന്നൊരു ഡയലോഗ് ഉണ്ടല്ല, പടച്ചവനോർത്ത് ചതിക്കരുത്. കമോൺ. അല്ല, നല്ല കുറച്ച് നല്ലത് പറഞ്ഞു. നമ്മൾ ഈ ഇവന്റ്സിൽ പോകുമ്പോ ഒരുപാട് ലേഡീസ് കൊളീഗ്സ് വന്നിട്ട് പറയും, നിങ്ങളെ ഹസ്ബൻഡ് ശരിക്കും ഒന്നും വേണ്ട, ഇത് ചുമന്ന് കൊണ്ടുവരാൻ തന്നെ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കേസാണ്. അതും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നോടത്തുനിന്ന് എക്സിബിഷൻ സെന്ററിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടാവും. കാരണം അതെല്ലാം പാർക്കിംഗ് എന്തായാലും ഒത്തിരി ഡിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഇത് എനിക്ക് അധികം വെയിറ്റ് പോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് സ്വാഭാവികം. ഹസ്ബൻഡ് കൂടെ അങ്ങനെ പിന്നെ ആളിത് പൊക്കി കൊണ്ടുവന്ന് തിരിച്ചു അതുപോലെ തന്നെ വണ്ടിയിലേക്ക് കയറ്റുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. ഇപ്പൊ ഒരുപാട് ലേഡീസ് എൻ്റെ അടുത്ത് പേഴ്സണലിയും പറയുന്നുണ്ട്, ആളുടെ അടുത്തും ഈവൻസിൽ പോകുമ്പോൾ പറയും, നിങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് വെറും ലോഡിങ് ആൻഡ് അൺലോഡിങ് മാത്രമല്ല, എല്ലാ രീതിയിലും ഇപ്പൊ ഓൺലൈനിൽ മാർക്കറ്റിംഗ്, എനിക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ആ രീതിയിലുള്ള സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ടോക്കിംഗ് ബാക്ക്വേർഡ്സ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആള് പല ഈവെന്റുകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ എനിക്കത് പറയാൻ ഭയങ്കര ചമ്മലുള്ളൊരു കാര്യമാണ്. അപ്പൊ ആളാണെങ്കിൽ എല്ലായിടത്തും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ഇന്ന വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എനിക്കൊരു സ്പേസ്, ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുകയാണ്. അത് ഒരുപാട് ആ ഒരു രീതിയിൽ എനിക്ക് സപ്പോർട്ട്. ഇനി പിന്നെ പ്രത്യേകിച്ച്
ആർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ ആയിരിക്കില്ല നമ്മൾ പെയിന്റ് ചെയ്ത് വരുമ്പോൾ, അപ്പൊ എന്റെ മൂഡ് മാറും. അപ്പൊ ചോദിക്കുന്നതിനൊക്കെ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും മറുപടി അറിയാം. അപ്പൊ അതെല്ലാം ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇത് മിക്കവാറും ചിലപ്പോൾ ഉറങ്ങി ഭർത്താക്കന്മാരൊക്കെ മിക്കവാറും നമ്മളെ തെറി വിളിക്കും. ഈ മമ്മാര് പോയി ഇരുന്നിട്ട് വേണ്ടാത്ത സാധനം പറഞ്ഞു കൊടുത്ത് ഇനിയിപ്പൊ നമ്മള് പണിയെടുക്കണം. ചിലപ്പോൾ ഉറങ്ങി ഇപ്പൊ ആദ്യം ഉറക്കത്തിലായിരിക്കും ചിലപ്പോൾ നമുക്കൊരു പുതിയ ഡിസൈൻ ഓർമ്മ വരാം. അപ്പൊ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയിട്ട് നമ്മളത് എവിടെയെങ്കിലും അത് അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിലെങ്കിലും നമ്മളത് ചെയ്ത് വെക്കുക. അപ്പൊ ആ നേരത്തൊക്കെ ഉണ്ടാവുന്ന ഇവർക്കുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തു. എത്തിയിട്ടുണ്ട് ഇപ്പൊ. ഇനി അങ്ങോട്ട് ഓക്കെ. ഇപ്പൊ എത്ര ഓർഡർ ആയി? എത്ര ഡെയിലി ഓർഡേഴ്സ് ഉണ്ട്? ഡെയിലി ഓർഡേഴ്സ് ഒരു 25 to 30 ആ റേഞ്ചിൽ പോകുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ അകത്ത് പോയി ഞാൻ പറയാം. ഇതില് നേരത്തെ പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ചില സമയത്ത് ഞാൻ പണ്ട് എന്റെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ₹1 പോലും കയ്യിലില്ലാണ്ട് നടന്ന സമയത്ത് ഇവളുടെ എന്താ പറയാ സർപ്രൈസിംഗ്ലി പടച്ചോൻ ഒരാളെ കൊണ്ടുവന്ന് തരുന്ന രീതിയിൽ ചിലപ്പോ കസ്റ്റമേഴ്സ് കയറി വരും. ഷെർലക് ഹോംസ് നമ്മള് നേരത്തെ മുമ്പ് ഒരു കഥ പറഞ്ഞില്ലേ, അതേപോലെ വന്നിട്ട് ഞാൻ 1000 ദിർഹം ഞാൻ ഓൺലൈനായിട്ട് ക്യാഷ് ഡീൽ ചെയ്യാറില്ല കമ്പനിയിൽ. ഞാൻ ക്യാഷ് കണ്ട എനിക്ക് 1000 ദിർഹം UAE നോട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇവളുടെ ഒരു കസ്റ്റമർ കൊണ്ടുവന്നിട്ട് തന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ കഥ. ഒരു ഈവനിങ് ഒരു ആഫ്റ്റർനൂണിൽ ഒരു ലേഡി മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചു. അപ്പോൾ ക്രിസ്മസും കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു, ഒരു ജനുവരി മിഡായി. അപ്പൊ ഒരു ലേഡി മെസ്സേജ് ചോദിച്ചു, ക്രിസ്മസിന്റെ വർക്കുകൾ ഉണ്ടോ കയ്യിലെന്ന് വെച്ചു. സാധാരണ അങ്ങനെ ഫേക്ക് മെസ്സേജുകൾ വെറുതെ പ്രൈസ് ചോദിച്ചു പോവുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്ത് പോവാന്നുള്ള മെസ്സേജുകൾ വരാറുണ്ട്. ഇന്നസെന്റ് പറഞ്ഞല്ലേ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാനപ്പോ ഓക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞപ്പോ എല്ലാ ക്രിസ്മസിന്റെ ഐറ്റംസും പാക്ക് ചെയ്ത് ബെഡിന്റെ ചോട്ടിൽ വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അപ്പൊ ബെഡിന്റെ ചോട്ടിൽ എടുത്ത് വെച്ച് ഇനി നെക്സ്റ്റ് ക്രിസ്മസിനല്ല അത് ആവശ്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ലേഡി ചോദിച്ചത്, ഉണ്ടോ എനിക്ക് പർച്ചേസ് ചെയ്യാനെന്ന് പറഞ്ഞു. കൂടെ ഒന്ന് 1-2 പീസ്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അവർ ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നാട്ടിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലൊക്കേഷൻ ചോദിച്ചു, ലൊക്കേഷനും അയച്ചു കൊടുത്തു. ഒരു 7-7:30 ആയി കഴിഞ്ഞപ്പോൾ ബെല്ല് അടിച്ചു. ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഒരു ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു ലേഡി, ഷെർലക് ഹോംസിന്റെ പോലെ നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ, വലിയ കോട്ട് മറ്റേ ഹാറ്റൊക്കെ വെച്ച് തല ഇങ്ങനെ പാതി ഇതാക്കി വെച്ചിട്ട് നിൽക്കുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഷോക്കായി. ഞാൻ 2 മിനിറ്റ് ഇങ്ങനെ നിന്നു, എന്താ പറയണ്ടെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അവർക്ക് പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറേ അല്ല, ചെറിയ റൂം, അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. അപ്പോൾ അവർ വന്നു, നേരെ സാനിറ്റൈസറൊക്കെ കൈമിലടിച്ചു. അപ്പോൾ കൊറോണ ടൈമായിരുന്നു. അപ്പോൾ ഇവരെ നോക്കിയിട്ട് ഞാൻ ഡൈനിങ് ടേബിൾ മേലെ ഇങ്ങനെ എൻ്റെ വർക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ നോക്കി, മൊത്തം അങ്ങനെ പിടിച്ചൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടായിരുന്നു ബാക്ക് കോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കിയിട്ട്, ഇത് നമുക്ക് വിട്ടായതാണോ അതോ നാട്ടുകാർക്ക് വന്നത്? അപ്പം എൻ്റെ മോള് ഓടി വന്നിട്ട് അവള് പെയിന്റ് ചെയ്തൊരു ക്യാമല് ലേഡിക്ക് കാണിച്ചു കൊടുത്തിട്ട് അവള് പറഞ്ഞത് ഞാൻ ചെയ്ത. അപ്പോൾ അവൾക്കൊരു 5 years ഉണ്ടാവുള്ളൂ. അപ്പോൾ അവളിത് കാണിച്ചു. അപ്പം തന്നെ പേഴ്സിൽ നിന്ന് ഒരു 100 dirhams എടുത്തിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഗുഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവള് തന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ കണ്ടുകൊണ്ടായിട്ട് പൊക്കോ, റൂമിലേക്ക് പൊക്കോ, എടുത്തോ ഇനി അവിടെ കൂടുതൽ നിൽക്കട്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ അത്യാവശ്യം വലിയൊരു കാർട്ടൺ ഉണ്ട്. അപ്പോൾ വെയിറ്റ് എനിക്ക് പൊക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആള് തലയിൽ ചുമന്ന് സ്റ്റെപ്പ് ഇറങ്ങി. അപ്പൊ ലിഫ്റ്റ് ഒന്നുള്ള ബിൽഡിംഗ് അല്ല ഞങ്ങൾ ആദ്യം താമസിച്ചത്. അപ്പോൾ ഫുള്ള് സ്റ്റെപ്പ്, 3rd floor അല്ലേ, 3rd floorൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ വരെ ഇത് തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങി. ഡിക്കി തുറന്നു, ഇത് വെച്ചു കൊടുത്തു. ഇതിനൊക്കെ ഫോട്ടോ ഇട്ടേക്കും. 1500 dirhams, ഒരു 1000-ന്റെ ഒരു 500-ന്റെ നോട്ട്. ബാലൻസ് എനിക്ക് കൊടുക്കണം. എൻ്റെ ചേഞ്ച് പോലും ഇല്ല. അതുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ അതാണ് നമുക്ക് അതുപോലും ഇല്ലാത്തൊരു സമയത്തായിരുന്നു. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ താഴത്തെ ഗ്രോസറി പോയിട്ട് ചോദിച്ചു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവരുടെ ഇല്ല. റോഡ് ക്രോസ് ചെയ്തു, അപ്പുറത്ത് ഗ്രോസറി ചോദിച്ചു. അപ്പോൾ അവർ ചേഞ്ച് തന്നു, വേഗം കൊണ്ട് കൊടുത്തു. പക്ഷെ വേറെ സംസാരമോ ഏതൊന്നുമില്ല. അങ്ങനെ ലേഡി കയറിപ്പോയി. അതെവിടെ നിന്ന് വന്നു, എന്തിനു കൊണ്ടുപോയി ഒന്നും ഇപ്പോഴും അറിയില്ല. പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, പിന്നത്തെ ക്രിസ്മസിനും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അതിന്റെ ഫോട്ടോസ്, പക്ഷെ ഒരു റിപ്ലൈയോ ഒരു പ്രൊഫൈൽ ഫോട്ടോ പോലും ഇല്ല. അത് ആരാണെന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയാൻ. ഇങ്ങനെയുള്ള ഒരു കഥയുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാശും തീർന്നു. ഉമ്മച്ചിക്ക് സുഖമില്ലാണ്ട് കിടക്കണ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു, ഉമ്മച്ചി മരിച്ചു. അപ്പോ ആ സമയത്ത് വീട്ടു ചെലവ്
എനിക്ക് കടം കൊടുക്കാനുള്ള ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണു, അതൊരു സൈഡിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കണു. വീട്ടിൽ നിൽക്കാനുള്ളത് ഒരു രൂപ പോലും ഇല്ല കയ്യിൽ, ലിറ്ററലി സീറോ. വീട്ടിലെ സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ആഴ്ചയിൽ ചെയ്യും ഇനി നെക്സ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കുന്ന ടൈമിലാണ് ഇതിങ്ങനെ വന്നു തന്നു പോയി. എവിടുന്നോ ആരോ ഒന്ന് വന്ന് എവിടെന്നോ വന്നു. നേരെ പോയത് ഗ്രോസറിയിലേക്ക്. അത് വായിച്ചിട്ട് തിരിച്ചു വീട്ടിൽ കയറില്ല, നേരെ ഗ്രോസറി പോയി. സൂപ്പർ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റീച്ച് ആയിരിക്കും കേട്ടോ. നമ്മുടെ മറ്റേ കഥയിലെ പഴയ എന്റെ കഥ പറഞ്ഞല്ലോ, അതില് ഏറ്റവും കൂടുതൽ സ്ട്രഗിള് അറിഞ്ഞ വ്യക്തി അഫിയാണെന്ന്. അഫിയായ എന്റെ ഉമ്മച്ചി, ഇവർ രണ്ടുപേരായിരുന്നു ഒരു എന്താ പറയാ ഒരു മതില് പോലെ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് റെഡിയാക്കി ഇത് ചെയ്തത്. അപ്പൊ അതാണ് കുറേ സങ്കടകരമായ കഥകളും ഇതിന്റെ ഉള്ളിലുണ്ട്. അല്ല ഞാൻ പറയുന്ന എല്ലാ മനുഷ്യനും ഒരു കഥ ഉണ്ട്. കഥ എല്ലാവർക്കും കഥ. ആ കഥ എല്ലാരും പറഞ്ഞോളണമെന്നല്ല, ചിലര് പറയും. ചിലര് പറയും, എല്ലാവർക്കും പറയണതിനൊരു മടി ഉണ്ടാവും, ചിലപ്പോൾ മടി ഉണ്ടാവും. അവളുടെ ഒരു പാസ്റ്റ് ആരോട് പറയണ്ടല്ലോ. കറക്റ്റ്. പക്ഷെ ഞാൻ ഈ പാസ്റ്റ് പറയണത് എന്താന്ന് വെച്ചാൽ ഇതേപോലെ അല്ല ഇതിലും മോശമായിട്ട് പല ആളുകളുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ അറിയാം. ഞാനൊരു എഞ്ചിനീയറാണ്, ഞാൻ ഒരു ബിസിനസ് നടത്തിയ ആളാണ്, ജോലി ചെയ്ത ആളാണ്. ഇവള് പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആണ്. ഞങ്ങൾക്കും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, ജോലി കിട്ടിയില്ല. അപ്പൊ ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും അവിടെ വെച്ച് നിർത്തിപ്പോരുത്. കറക്റ്റ്. വി ഹാവ് ടു ഫൈൻഡ് സംതിങ് എൽസ്. കാരണം ആദ്യത്തെ എക്സിബിഷനിൽ ഇവരിൽ പോയി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് നൊലോളയായിരുന്നു വീട്ടില്. 2 ദിവസം എനിക്ക് തോന്നുന്നു ഫുൾ കരച്ചിലായിരുന്നു. 3-ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഈ പരിപാടി നിർത്താണ്, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഈ എക്സിബിഷൻ. 1 രൂപയുടെ ഒരു കച്ചവടം. എനിക്ക് ജോലിയെ കിട്ടിയില്ല, എനിക്ക് ഇതിന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു നിക്കട്ടെ, നമ്മുടെ കയ്യിൽ ഒരു മാജിക് സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓൺലൈൻ തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാം അതൊന്നുമല്ല ചെയ്തത്. ഇവള് പറഞ്ഞല്ലോ നേരത്തെ, എക്സിബിഷനിൽ പോയി കറക്റ്റ് ഇവളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അവരെന്താ ചോദിച്ചത്, എവിടെ നിന്നുള്ളവരാണെന്നുള്ള കൃത്യമായിട്ട് ഇവള് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ കറക്റ്റ് ആ ലൊക്കേഷൻ പിടിച്ചു, ടാർഗറ്റ് ചെയ്തു. ഒരു 10 കിലോമീറ്റേഴ്സ് 10 കിലോമീറ്റേഴ്സിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റി ഉണ്ടോ അത് മുഴുവൻ ടാർഗറ്റ് ചെയ്തു. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ, വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ടാർഗറ്റ് ചെയ്തു. ഇൻട്രസ്റ്റിൽ വെസ്റ്റേൺ കൺട്രിയിൽ നിന്നുള്ള ആളുകളെ, എക്സ്പാറ്റ്സിനെ ഫുൾ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ ചെയ്ത് ഇട്ടിട്ട്, അന്ന് കാശുമില്ല കയ്യിൽ. 50 ദിർഹത്തിനാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആഡ് ചെയ്യണ 50 ദിർഹത്തിന്, 50 ദിർഹത്തിന്റെ ആഡ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ഉള്ള സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഓർഡേഴ്സിന് പിന്നെ ഇവള് പിന്നെ ചെയ്യാൻ പറ്റാത്തൊരു കരച്ചില് മാത്രമേ അല്ല, ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ? പിന്നെ അടിക്കണ ജോലി എനിക്ക് മക്കളും അതൊക്കെ തന്നെയാണ്. പിന്നെ എന്റെ പേരൻസും വന്നിരുന്നു ഇടക്ക് ക്രിസ്മസ്. ഫാദറിനൊക്കെ ലാസ്റ്റ് എണീക്കുമ്പോ 3 മണിയാകുമ്പോ തന്നെ ആള് അലാറം വെച്ച് എണീറ്റിട്ട്, നിനക്ക് ഇത്രയും വർക്കില്ലേ, അപ്പൊ ഞാൻ വേണമെങ്കിൽ 5 അടിച്ചേക്കാം, 10 അടിച്ചേക്കാം. മദർ കുക്ക് ചെയ്തതിന്റെ ഇടയിൽ 2 ഞാൻ അടിച്ചു തരാം. ആ രീതിയിൽ ഞാനും എന്റെ അമ്മ വാപ്പായും ഇവളുടെ വാപ്പായും ഡെലിവറിക്ക് ഒരുമിച്ച് പോകും. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും, ഇത് വരും. അപ്പൊ കൂടെ ഒരാൾ വേണ്ടേ. വാപ്പായും ഞാനും കൂടി ഡെലിവറിക്ക് പോയി ഫുള്ള് കൊടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് പല സമയത്തും. എപ്പോഴാ ഓഫർ ലെറ്റർ കൊടുക്കുന്നത്? എന്തിന്റെ ഓഫർ ലെറ്റർ? ഓഫർ ലെറ്റർ തരുന്നു, ജോയിൻ ചെയ്തോളൂ. ഫുൾ ടൈം ഇപ്പൊ പാർട്ട് ടൈം അല്ലേ, ഇപ്പൊ സാലറി ഇല്ലാത്ത പരിപാടിയല്ലേ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പല സ്ഥലത്തും പോകുമ്പോഴും പല ആളുകളുടെയും ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് നമ്മളൊരു ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുത്താൽ മതി, അവരവിടെ നിന്ന് പിടിച്ച് കയറും. അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓരോ ഭർത്താക്കന്മാർക്കും അവർക്ക് കാശ് കൊണ്ടോ സമയം കൊണ്ടോ ഒന്നുമല്ല, നമ്മൾ അവരുടെ കൂടെ ഒന്ന് അവർ പറയണ ഇമോഷണൽ സപ്പോർട്ടും ഇച്ചിരി കാശ് സപ്പോർട്ടും ഇനീഷ്യലി, പിന്നെ അവരുണ്ടാക്കിക്കോളും ലേശം. അത് എവിടെന്നെങ്കിലും കടം മേടിച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ ഇവളുടെ ഷോപ്പ് തുടങ്ങിയ സമയത്തും ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ജോലിക്കാരനല്ലേ, സ്റ്റിൽ നമ്മൾ ബിസിനസ്സുകാരൊന്നുമല്ല. എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് കടം മേടിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ തുടങ്ങി 3-ാമത്തെ മാസം എനിക്ക് ആ കാശ് മുഴുവൻ തിരിച്ചു തന്നു. ഏതാണ് മനസ്സിലായോ? അപ്പൊ നമ്മള് ഭാര്യക്ക് വേണ്ടി കാശ് മുടക്കണേല് നമ്മള് ഒരിക്കലും അടി ഇപ്പൊ തന്നെ കൊണ്ടുപോകും ഫെസ്റ്റിവൽ സിറ്റി. ഇവിടെ അടുത്ത് ഫെസ്റ്റിവൽ സിറ്റി ഉണ്ട്, ബാ കാശ് മുടക്കാന്നല്ലേ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ആരും അതിൽ വിഷമം വിചാരിക്കരുത്. അവര് ചിലപ്പോ അതെല്ലാം അങ്ങോട്ട് കയറിപ്പോക്കോളും. നമ്മളെപ്പോഴും അത് പിന്നത്തേക്ക് വെക്കും. നിങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പൊ കാശില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സമയമില്ല, നമ്മളൊന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഇമോഷണലിയും
അവരുടെ അത് ഭയങ്കരമായിട്ട് അത് ബാധിക്കും. കാരണം ഇവിടെ ഒരുപാട് നല്ല കഴിവുള്ള ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും നമുക്കറിയാവുന്നതാണ്. ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ എന്ത് ചെയ്യണമെന്നും എവിടെ തുടങ്ങണമെന്നും ഐഡിയ ഇല്ല. എങ്ങനെയാണ് നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ? എനിക്ക് അതിനൊരു മീറ്റപ്പ് വിളിച്ചാൽ മതി. ഞാൻ അതാ പറയണേ, സത്യത്തില് നമുക്കിനി ഇപ്പൊ ഒരു മീറ്റപ്പ് നടത്തിയല്ലോ, അത് നമുക്കൊരു നെക്സ്റ്റ് മീറ്റപ്പ് ഒരു വുമൻ ഹോം മേക്കേഴ്സിന്റെ ഒരു മീറ്റപ്പ് വിളിച്ചിട്ട് അവർക്ക് നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാം. റിയൽ അഫിയ മാത്രമല്ല, ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. സോ വി ക്യാൻ ബ്രിങ് എവ്രി വൺ. കറക്റ്റ്. ഒരു അതാണ് ഈ റിയൽ ലൈഫ് ഇവന്റ്സിൽ സംഭവിക്കുക. വരുമ്പോ അവർക്ക് മനസ്സിലാവും, ഇവരൊക്കെ ചെയ്യുന്നില്ല, ഇത് ഇത്രേ ഉള്ളൂ. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ പലർക്കും ഉണ്ടാവുള്ളൂ. ഒന്നങ്ങോട്ട് ഉന്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ വണ്ടി ഓടിക്കോളൂ. ഇതുപോലെ ഇ-കോം ഷോ കണ്ടിട്ട് എൻ്റെ അടുത്തൊരു ലേഡി വന്നിരുന്നു, ഒരു ടീച്ചറാണ് ആള്, ഇവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അവർക്ക് ഇതുപോലെ അവര് ഒരു എന്താ പറയാ ജേണൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അവര് സംസാരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് അഫിയയുടെ ഇത് അല്ല, നമ്മൾ വേറെ എവിടെയോ വച്ച കണ്ടത്, ഞാൻ അഫിയയുടെ കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലെ DD ട്രേഡർ ലൈസൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞു. അവർ കൃത്യമായിട്ട് അത് ചെയ്ത് ഒരു ബിസിനസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവരപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പല ആളുകളുടെ അടുത്ത് അന്വേഷിച്ചു, അവർ പലരും പല രീതിയിലാണ് പറയണേ, ഇങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടെന്നോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നോ, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എനിക്ക് ആ ഒരു ലേഡിയുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പുള്ളിക്കാർ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു, ചിലപ്പോൾ കേട്ടിട്ടുണ്ടിരിക്കണ്ടാവാം, പക്ഷെ നമ്മളത് ആത്മാർത്ഥത്തോടുകൂടി തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത്, അതേപോലെ ഇനിയും പല ആളുകൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, സമയമല്ലല്ലോ. സമയമല്ല. എനിക്ക് വന്നത് എനിക്കൊന്ന് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു മാസ്റ്റർ ക്ലാസ് ആയിരിക്കാം. ദുബായിൽ ഹസ്ബൻഡിൻ്റെ വിസയിലില്ല, ഒരു കഴിവില്ല ഹൗസ് വൈഫിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. പിന്നെയും പാക്കലാം. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. എനിക്കൊരു നോട്ട് തീർക്കണ്ട, ഇത് സംതിങ് ബിഗ് ആണ്. എന്നാ പറഞ്ഞോളി. എന്താ നമുക്ക് ഇതിന്റെ പിന്നിലുള്ള ആളെയും കൂടി കൊണ്ടുവരണം. കാരണം ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 വർഷം മുമ്പ് ഹോട്ട് പാക്കിന്റെ കൊച്ചി ഓഫീസിൽ വന്ന് നിങ്ങള് എന്താ പറയാ വീഡിയോ എടുത്ത്, അന്നത്തെ വീഡിയോ എനിക്കറിയാം. ഇന്നിരിക്കുന്ന സ്റ്റുഡിയോ ദുബായിലാണ്. അന്ന് കൊച്ചി ഓഫീസിൽ ഇവർക്കറിയില്ല കഥ, അവളോട് പറയാല്ലേ, കൊച്ചി ഓഫീസിൽ 2 മൊബൈൽ, എവിടെന്നോ വാടകയ്ക്ക് എടുത്തൊരു അല്ലെ മൈക്ക്, ഒരു 4-5 പേര് വന്നിട്ട് പ്രശ്നങ്ങൾ അത് ചെയ്യണു ഇത് ചെയ്യുന്നു. നമ്മുടെ അന്നത്തെ വീഡിയോ കണ്ടറിയാം, ആ വീഡിയോ എടുത്താൽ കറക്റ്റ്. ആ ലെവലിൽ നിന്ന് ഇ-കോം ഷോ ഇന്ന് 30,000 പേര് യൂട്യൂബിലും അതുപോലെ തന്നെ 30,000 പേര് ഇൻസ്റ്റഗ്രാമിലും ഒരു എന്താ പറയുക കോടികളുടെ ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇൻസ്പിറേഷണൽ, ഇപ്പൊ എനിക്ക് തന്നെ വന്നേക്കണ ഒരുപാട് ഇതുണ്ട്. എൻ്റെ ഒരു സ്റ്റോറിയും കൊണ്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയി. പണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരും മെസ്സേജ് ഇട്ട് ആ കഥ കേട്ട ഉടനെ തന്നെ ഞാൻ ജോലി പറഞ്ഞു ചതിക്കരുത്, എന്റെ കഥ കേട്ട് ആരും ജോലി ഒഴിവാക്കരുത് പറഞ്ഞു. ഞാൻ ഇന്നേ വരെ ജോലി ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റി. ആരും അറിയാണ്ടിരുന്ന എന്നെ എന്താ പറയാ, ഇന്ന് അത്യാവശ്യം ഒരുമാതിരി എല്ലാവരും അറിയും. ഇ-കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ അറിഞ്ഞത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെയാണ് ഈ ഇ-കോം ഷോ വന്ന പിന്നെയാണ്. പക്ഷെ അന്നും എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ ലെവലിൽ എത്തുന്നു. അതാണ് ഞാൻ വരാൻ പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. അന്ന് നിങ്ങളുടെ ആ ഒരു ഇതും എല്ലാം കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. നിങ്ങളെ വെറ്റ കഥ കൂടി പറയും. ഏത് കഥയാ? എന്നെ റിക്രൂട്ട് ചെയ്യാൻ ചിന്തിച്ചല്ല പറയാ. അപ്പോ എന്താ പറയാ, ശരിക്കും നല്ലോണം പൊക്കിക്കോട്ടോ, തള്ളണ്ടേ, നല്ല തള്ളിക്കോ. അതായത് നമ്മള് ഹോട്ട് പാക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വെറുതെ ഒരു ഇന്ത്യയിൽ ഇ-കൊമേഴ്സ് കേട്ടോ, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ മാത്രമല്ല നമ്മളുടെ, നമുക്ക് ഒരു നല്ലൊരു ഗ്ലോബൽ ഓഫീസ്, ബാക്ക്-എൻഡ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് GCCയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണം. എന്നാൽ ഇന്ത്യയിലുള്ള ആളായിരിക്കണം. കൊച്ചിയിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണ ഒരു കേരളത്തിൽ തന്നെ. കാരണം നമ്മുടെ ജബ്ബാർക്കാക്കും അല്ലെങ്കിൽ സൈനുക്കാക്കും നാട്ടിലുള്ളവരെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ റിക്രൂട്ട്മെന്റ് സെർച്ചിലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഷാന്റെ പ്രൊഫൈൽ എൻ്റെ കൺമുമ്പിൽ വന്ന് പെട്ടത്.
അത് ആ കഥ എന്നാണ് അറിയണേ അല്ലേ? ഞാനിന്നാ അറിയില്ല, നിങ്ങൾ പറഞ്ഞപ്പോ അറിയില്ലേ. അപ്പോ അങ്ങനെ ഷാന്റെ പ്രൊഫൈൽ കണ്ടു. ഞാൻ ഷാനിനെ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചു, നമുക്കൊന്ന് കാണണം. അപ്പൊ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? കലണ്ടറിൽ ലിങ്ക് ഇട്ടൊന്ന് എന്റെ മീറ്റിംഗ് ഞാൻ നേരിട്ട് കാണാൻ കോഴിക്കോടുണ്ട്. അപ്പോഴാണ് ഞാൻ മെസ്സേജ് അയക്കണേ. അപ്പൊ ഒരു അവന്റെ കലണ്ടറിൽ അപ്പൊ നമ്മള് കലണ്ടറിൽ ഇട്ടു, പക്ഷെ അന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ മിസ് ചെയ്യുകയോ? ഓൺലൈനിൽ കാണാനേ പറ്റുള്ളൂ. പിന്നെ അത് അവിടെ വെച്ചിട്ട് പിന്നെ അത് മാറി. അപ്പൊ അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനിനെ, കാരണം ഷാന്റെ ഖത്തറിലെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പൊ നാട്ടിലുണ്ടെന്ന് നമുക്കറിയാലോ. ഓന്റെ ഒരു കാലണ്ടറിൽ ലിങ്ക് ഞാൻ സത്യം പറയാം, അത് ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എന്തോന്ന് സംസാരിക്കാനാണ്. പിന്നെ ആ സമയത്ത് ഞാൻ എന്റെ സമയം ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു വൈക്കെത്തിയ. അപ്പൊ എന്നെ കാണണമെങ്കിൽ കാലണ്ടറിൽ അപ്പോയിന്റ്മെന്റ് എടുത്താലേ നടക്കുള്ളൂ. ആ റേഞ്ചിൽ നിൽക്കണത് സമയത്ത് നമ്മൾ ജോലി നോക്കാം. ഞാൻ നോക്കണത് ഇത് എങ്ങനെ അടുത്ത സ്കെയില് ചെയ്യാവുന്നില്ലാണ്. അപ്പൊ നിങ്ങൾ വന്നു ഓക്കെ. പിന്നെ ഞാൻ നോക്കി, ഹോട്ട്പാക്കിന്റെ ഇ-കൊമേഴ്സ് മാനേജറാണ്, എന്നാ പിന്നെ കാലണ്ടറിൽ തന്നെ ഇടാം. ഒരു പവർ കിടക്കട്ടെ. നന്നായി. അന്ന് ഹോട്ട്പാക്കിൽ കയറിയായിരുന്നു, ഇന്ന് ഇ-കൊമേഴ്സ് ഉണ്ടാവില്ല, ഇത്രയും പേര് ഇമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. സത്യല്ലേ? അപ്പൊ എല്ലാം നല്ലതിനാണ്. അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് ആ കഥ എന്നുള്ളൂ. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും മെസ്സേജ് അയക്കണം. നിങ്ങള് കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? അതെ അതെ, അത് പോഡ്കാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അല്ലല്ല, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? നമ്മള് മീറ്റ് ചെയ്യുന്നത് മറ്റേ അല്ല മൈക്കൊക്കെ അല്ല, അതവിടെ കടന്നോട്ടെ, ടേബിൾ മേല് കടന്നോട്ടെ. അതെ അതെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ദുബായ് പോഡ്കാസ്റ്റിലും ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഞാൻ സന്തോഷം ചെയ്യുന്നു. അതും ഇവിടുത്തെ വുമൻ ഹോം മേക്കേഴ്സിന് വുമൻ അല്ല ഹോം മേക്കേഴ്സിന് ഇമ്പാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന, അവർക്കൊരു ഗൈഡ് ചെയ്യുന്ന ഒരു സാധനമാകാൻ പറ്റിയത് വലിയൊരു സംഭവമാണ്. ഒരു പോഡ്കാസ്റ്റിനേക്കാൾ ഉപരി അത് ഭയങ്കര ഇതൊരു സംഭവമായി മാറും. അപ്പോൾ ഇ-കൊം ഷോ ദുബായിലെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തതിന് ഒഫീഷ്യൽ ലോഞ്ച് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു അല്ലേ? ഞാൻ പ്രഖ്യാപിക്കണോ ലാസ്റ്റ്? പക്ഷെ എന്റെ ആഗ്രഹം ഇ-കൊം ഷോ ദുബായിലും ചെയ്യണം എന്നാണ്. അതിന് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതുപോലെ നിങ്ങളത് ചെയ്യണം. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്താ പറയാ, നമ്മളുടെ ഒരു നന്ദി. റാഷിദിനും നിഹാലിനും ഡാരിനും. അതെ അതെ, അതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റാഷിദ് ഇവിടെ പിന്നിൽ നിന്ന് മറ്റേ എനിക്ക് തോന്നുന്നു ഒന്ന് റാഷിദ് വന്നൊന്ന് മുഖം കാണിച്ചു. മറ്റേ മോഹൻലാലിന്റെ സിനിമയില് മറ്റേ ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് എല്ലാ സിനിമയിലും റോളാണെങ്കിൽ ഗസ്റ്റ് റോളാണ് എല്ലാവർക്കും ഹായ് പറയാം. അതെ, കാരണം ഇതൊരു എന്താ പറയാ, എനിക്കറിയാം ദിസ് വിൽ മേക്ക് വെരി ബിഗ് ഇമ്പാക്ട് അല്ലേ? ഇതാണ് റാഷിദ്, കോ ഫൗണ്ടർ ഓഫ് ഇ-കൊം ഷോ. ഇവനാണ് കംപ്ലീറ്റ് ഡയറക്ഷൻ. താങ്ക് യു റാഷിദ്. തിരിച്ചു വയ്ക്കോ, ഇനി വയ്ക്കോ. അഫിയ എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്തോ. എന്താണ്, എങ്ങനെ തോന്നി? അല്ല നമുക്ക് ഇത്രയും നാളും നമ്മള് ഒരു ഓഡിയൻസിന് ഇത് എങ്ങനെയാണ് ഒരു വർക്ക്, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഗ്രോ ചെയ്യാന്നുള്ളത് നമുക്ക് അതിനുള്ളൊരു വെന്യൂ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് ഹെൽപ്പാവുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഞാനൊരു ചെറിയൊരു മെസ്സേജെങ്കിലും അവർക്ക് അത് പാസ് ചെയ്തു എന്ന് വിചാരിക്കണു. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എന്നാലാവുന്നതും ഞങ്ങളുടെ മൊത്തം ഫാമിലി കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ഇ-കൊം ഷോ ദുബായ്. പൊളിക്കണം.